مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد سيد الأنبياء والمرسلين المبعوث إلى كافة الخلق أجمعين ليخرجهم من الظلمات إلى النور وعلى آله وصحبه وعترته أجمعين كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا نساء النبي لستن كأحد من النساء يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا فيطمع الذي في قلبه مرض وقلن قولا معروفا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال نبينا محمد صلى الله عليه وسلم كمل من الرجال كثير ولم يكمل من النساء غير مريم بنت عمران وعاصية امرأة فرعون وخير نسائها خديجة بنت خويلد لجزت وكنت في الذكرى لجوجا لهم طالما بعثت نشيجا ووصف من خديجة بعد وصف فقد تعالى انضلاري يا خديجة لججت وكنت في الذكرى لجوجا لهم طالما بعث النسيجا ووصف من خديجة بعد وصف فقد تعالى انضلاري يا خديجة ببطن المكتين على رجعي حديثك أن نرى منه خروجا بها خبرتنا من قول قص من الرهبان أكرهه أن يعوجا ووصف من خديجة بعد وصف فقد تعالى انضلاري يا خديجة
عن 9 نسوات وفاة المصطفى خيرن فاخترن النبي المقتفى عائشة وحفصة وسودة صافية ميمونة ورملة هند وزينب كذا جويريا للمؤمنين أمهات المرضية. ബഹുമാനമുള്ള മോമിനുകളെ മോമിനാത്തുകളെ, നമ്മുടെ ഈ സംരംഭത്തിന് ശ്രമകരമായ കളമൊരുക്കിയ വെൽഫെയർ അസോസിയേഷന്റെ സർവാധരണീയരായ പ്രവർത്തകന്മാരെ, റമദാൻ 2 മുതൽ തുടർന്ന് വരുന്ന ഈ മഹത്തായ ഇസ്ലാമിക വിജ്ഞാന വേദിയുടെ സഹായികളും സംഘാടകരുമായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാന്നിധ്യം കൊണ്ട് നാളിതുവരെ ഈ സദസ്സിനെ ഭംഗിയാക്കിയ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആദ്യ പകുതി നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ക്ഷണിക സമയം കൊണ്ടാണ് ഓരോ ദിവസങ്ങളും നമ്മളോട് വിട ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസം കൊണ്ട് സ്വാലിഹീങ്ങളിൽ നിന്ന് അഭിലഷിക്കുന്ന സർവ്വ അഭിലാഷങ്ങളും സാർത്ഥമാക്കിയ സജ്ജനങ്ങളിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ശേഷിക്കുന്ന ദിവസങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ പൊലിമാർന്നതാണ്. ആ പൊലിവാർന്ന ദിനരാത്രങ്ങളെ കഴിഞ്ഞ ദിവസത്തേക്കാൾ നവോന്മേഷത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള സന്മനസ്സും സൗഭാഗ്യവും സന്ദർഭവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമദാൻ മാസത്തിൽ ഒരുപാട് മുഅ്മിനുകൾ മരണപ്പെട്ടിട്ടുണ്ട്, മുഅ്മിനാത്തുകൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ നരകത്തിന്റെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുകയാണെന്നാണ്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, ഉമ്മ, ഭർത്താവ്, ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഗുരുവര്യർ, നമ്മളെ സഹായിച്ചിരുന്നവർ, സ്നേഹിക്കുന്നവർ, അന്നം തരുന്നവർ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ കരുത്തു തന്നവർ, എല്ലാ ആളുകളെയും അല്ലാഹു സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തി തരട്ടെ. നരകാഗ്നിയിൽ വീഴാതെ അതിന്റെ പുകയും ചൂടും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിന്റെ സൗരഭ്യങ്ങളും സൗകുമാര്യതയും സാവേശം അനുഭവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ദുആ പ്രതീക്ഷിക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാവിധ മശഖത്തുകളും മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള ചരിത്ര വിശകലനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹസ്രത്ത് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ നടത്തുമ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു ഭാഷ്യം, അതിന്റെ ഒരു ഭാഗം, അതിന്റെ ഒരു നിർദ്ദേശം തന്നെ മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രങ്ങൾ അനുസ്മരിക്കണം എന്നുള്ളതാണ്. ആ ചരിത്രാനുസ്മരണം അവരെ ചരിത്രത്താളുകളിൽ തിളങ്ങുന്ന താരങ്ങളാക്കി തീർത്തത് അവരുടെ ശുഭ്രസമാനമായ കളങ്കരഹിതമായ അനുകരണീയമായ ജീവിത രീതിയാണ്.
ആ രീതി നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കുമ്പോൾ ഒരു വേള നമ്മളോട് മോഹിച്ചു പോകും, എനിക്കും അങ്ങനെയാകണമായിരുന്നു. ഖദീജയുടെ ചരിത്രത്തിലും അങ്ങനെയൊക്കെയാണ് നമുക്ക് നൽകാനുള്ള പാഠം. റസൂലുള്ളാഹിന്റെ ഭാര്യയാകണമെന്ന് നമ്മൾ കൊതിച്ചിട്ട് കാര്യമില്ല, അത് നടക്കൂല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടാണ്. ആ സൗഭാഗ്യം സൗഭാഗ്യവതികൾ കൊണ്ടുപോയി. ഇനി അവരുടെ വിജയത്തിന് നിദാനമായ ഒട്ടേറെ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു സഹധർമ്മിണി തന്റെ പ്രിയതമനോട്, തന്റെ ഭർത്താവിനോട് എന്തെല്ലാം കാര്യങ്ങളിൽ കടപ്പാടുകൾ നിർവഹിക്കാനുണ്ട് എന്ന് തികച്ചും സാഹസികമായ ചുറ്റുപാടിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ മനസ്സിന് കരുത്തു പകർന്ന് കടന്നുപോയ ഹസ്രത്ത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അനുസ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ 20 ദിനങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ ഒരു വിഷയം ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന്റെ ശക്തിയും സമ്പത്തും എന്ന് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇസ്ലാമിന്റെ ശക്തിയും സമ്പത്തും എന്ന് പറയുമ്പോൾ തന്നെ ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ടും അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന പ്രവാചകന് നൽകിയ മനോധൈര്യം കൊണ്ട് ഒരുപാട് വിജയങ്ങൾ ഇസ്ലാമിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളോട് പറയാം. ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. അല്ലാഹു തആല വേണ്ട രൂപത്തിൽ ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനു മുമ്പ് 1-2 ചോദ്യങ്ങളുണ്ട് ഇവിടെ. അതിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് അത് സമയത്തിന്റെ അവസാനമാകുമ്പോൾ നമുക്ക് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാം. അതുകൊണ്ട് നേരത്തെ അതിന്റെ ഉത്തരം പറയാം. ഒരു ചോദ്യം, ഒരു സ്ത്രീ എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം, എന്റെ മകൾക്ക് എന്നോട് ഇഷ്ടമില്ല, ഒരു മകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ദുആ ചെയ്യാനാണ്. ഉസ്താദ് ദുആ ചെയ്യണം അവളുടെ മനസ്സ് നന്നാവാൻ എന്ന് ഒരു നൊന്തുപെറ്റ ഉമ്മയുടെ വേദനിക്കുന്ന മനസ്സിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു അഭ്യർത്ഥനയാണ്. അല്ലാഹു റമദാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ മകൾക്ക് തന്റെ ഉമ്മയോട് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ജീവിതം നയിക്കുന്ന ഉമ്മയാണെങ്കിൽ, അതിന്റെ പേരിലല്ല പിണക്കമെങ്കിൽ, അള്ളാഹു ആ ഉമ്മയോട് മകൾക്ക് സ്നേഹം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ഉമ്മയെ പരിഗണിക്കാത്ത അവസ്ഥയിൽ നിന്ന് ആ മകൾക്ക് തിരിച്ചറിവുണ്ടായി, എന്റെ ഉമ്മയുടെ കാൽ കീഴിലാണ് എന്റെ സ്വർഗം എന്ന ബോധത്തിലേക്ക് അവൾക്ക് തിരിച്ചു വന്ന് ഉമ്മയുമായി സ്നേഹത്തിൽ കഴിയാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒന്ന്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യയുടെ നോമ്പിന്റെ മുദ്ദ് കൊടുക്കാൻ പറ്റുമോ? ഫർള് നോമ്പ് എടുക്കാൻ ഭർത്താവിന്റെ സമ്മതം വേണ്ടല്ലോ, വേണോ? ഫർള് നോമ്പ് എടുക്കാൻ ഭർത്താവിന്റെ സമ്മതം വേണ്ട. ഫർള് നോമ്പ് നഷ്ടപ്പെട്ടാൽ അതിന്റെ മുദ്ദ് കൊടുക്കാനും സ്വന്തം ധനത്തിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണ്ട. അതേ സ്ഥാനത്ത് ഭർത്താവിന്റെ ധനത്തിൽ നിന്നെടുത്താണ് മുദ്ദ് കൊടുക്കുന്നതെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണം. മുദ്ദ് കൊടുക്കേണ്ടത് എപ്പോഴും നമ്മുടെ സ്വന്തം സ്വത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, മറ്റൊരാളുടെ ഔദാര്യം വാങ്ങിയിട്ടല്ല മുദ്ദ് കൊടുക്കേണ്ടത്. ഇബാദത്ത് സ്വന്തം ചെയ്യുന്നത് പോലെ ഇബാദത്തിന്റെ കഫാറത്താകുന്ന മുദ്ദും നമ്മൾ സ്വന്തം ചെലവിൽ നിന്നെടുത്താണ് കൊടുക്കേണ്ടത്. അതിന് ഒരാളുടെയും അനുവാദത്തിന്റെ ആവശ്യം ഇല്ല. എന്റെ കീശേ കിടക്കുന്ന പൈസ ഞാനൊരാൾക്ക് കൊടുക്കുന്നതിന് ഒരാളുടെയും, ഭർത്താവിന്റെ ധനമെടുത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഭർത്താവിന്റെ അനുവാദം വേണം. നമ്മുടേതെടുത്ത് കൊടുക്കാൻ ഭർത്താവിന്റെ അനുവാദം വേണ്ട. ഉദാഹരണത്തിന് മെഹർ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന മെഹറുമാല അതാരുടേതാണ്? അത് നിക്കാഹോടുകൂടി പകുതി നിന്റേതാണ്, പകുതി ഭർത്താവിൻ്റെത്. ഒരു തവണ നീയും അവനുമായി ശാരീരികമായി സുഖം അനുഭവിച്ചാൽ അത് മുഴുവനും നിന്റേതാണ്, പിന്നെ ഒന്നും ഓർക്കുള്ളതല്ല. ആ മഹറുമാല നീ കൈകാര്യം ചെയ്യുന്നതിന് ഭർത്താവിന്റെ അനുവാദം പിന്നെ വേണ്ടതില്ല, അത് നിന്റെ ധനാണ്. പറഞ്ഞത് മനസ്സിലായോ? നിക്കാഹ് ചെയ്തതിലോടുകൂടി മഹറുമാല 10 പവനാ തന്നത്, 5 പവൻ നിന്റേതായി.
5 ഓൻ്റെതാണ്. നിക്കാഹോടുകൂടി ഒരിക്കലെങ്കിലും ശാരീരികമായി സുഖം അനുഭവിച്ചാൽ അത് മുഴുവനും ഭാര്യയുടേതാണ്. പിന്നെ ഭർത്താവിന് അത് ചോദിക്കാനും കൈകാര്യം ചെയ്യാനും ഒരു അധികാരവും ഇല്ല. വാപ്പാക്കും അധികാരമില്ല, അത് നിന്റേതും മാത്രമാണ്. അതാ പറഞ്ഞ സ്വന്തം ധനം. ഭർത്താവിന്റെ കല്യാണ സമയത്ത് ഒരു പാരിതോഷികം എന്ന നിലയ്ക്ക് വാപ്പ കൊടുത്ത ധനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, മെഹറിനെ കുറിച്ചാണ്. പാരിതോഷികം കൊടുക്കാം കൊടുക്കാതിരിക്കാം, ദീനിന് ഒരു നിർബന്ധം ആ വിഷയത്തിലില്ല. അതുകൊണ്ട് സ്വന്തം പണമെടുത്തുകൊണ്ടാണ് മുദ്ദ് കൊടുക്കേണ്ടത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മള് മക്കളുടെയോ ഭർത്താവിന്റെയോ അനുവാദത്തോടുകൂടി അവരുടെ ധനത്തിൽ നിന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ അനുവാദം വേണം. സ്വന്തം ധനത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അനുവാദം വേണ്ടതില്ല. രണ്ടാമത്തെ ചോദ്യം, മഗ്‌രിബിന്റെ സമയത്ത് ബിസ്മി ചൊല്ലി ഗ്രിൽസ് അടച്ചാൽ മതിയോ? മതി, ഗ്രിൽസ് അടച്ചാൽ മതി. വാതിലടക്കണം എന്ന് പറഞ്ഞതിന്റെ ചോദ്യം, അന്നത്തെ വിഷയത്തിന്റെ ചോദ്യം ഇന്നാ വരുന്നത്, അതതിന്റെ തലേ ദിവസം തന്നെ വരണം. അത് മതി. വാതിലടക്കണം എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലിയിട്ട് ഗ്രില്ലടച്ചാൽ മതി. എന്നാൽ തന്നെ പിശാച് നമ്മുടെ വീട്ടിലേക്ക് കയറൂല. മറ്റൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ 15 നോമ്പെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ആര് പറയുന്നു? അത് ശരിയാണോ? പറഞ്ഞെന്നാൽ ശരിയാണോ എന്ന് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ശഅബാൻ മാസം നോമ്പെടുക്കുന്നത് കണ്ടാൽ ഇത് റമളാനാണെന്ന് തോന്നിപ്പോകുന്ന. ശഅബാൻ 15 എന്നൊരു പ്രത്യേക പരിഗണനയില്ലാതെ ശഅബാനിൽ നബി കൂടുതൽ നോമ്പെടുക്കാറുണ്ട്. അത് കണ്ടപ്പോ ആയിഷ പറയുന്നു, നബി ശഅബാനിൽ നോമ്പെടുക്കുന്നത് കണ്ടാൽ ശഅബാൻ റമളാനാണോ എന്ന് തോന്നിപ്പോകും നബിയുടെ നോമ്പ് കണ്ടാൽ. അത്രയും നോമ്പെടുക്കാറുണ്ട് ശഅബാനിൽ എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോ അത് ശരിയല്ല, ആ വാദഗതി തെറ്റാണ്, വിദണ്ഡവാദം എന്നാണ് അതിന് പറയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മറ്റൊന്ന്, ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടുമോ? ഖുർആൻ എങ്ങനെ ഓതിയാലും കൂലി കിട്ടും. അർത്ഥം അറിയണമെന്നില്ല, അർത്ഥം അറിയാതെ ഓതിയാലും ഖുർആനോത്തിന്റെ പ്രതിഫലം ലഭിക്കും. അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതിയാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. അത് മാത്രമല്ല, നമ്മുടെ മനസ്സ് വൃത്തിയാവുകയും ചെയ്യും അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതിയാൽ. ഒരു അദാബിന്റെ ആയത്ത് ഓതുമ്പോ സ്വാഭാവികമായിട്ടും അദാബിനെ കുറിച്ചുള്ള ഒരു പേടി നമ്മുടെ കൽവിൽ മയന തിരിയുമ്പോൾ വരും. അത് മയന തിരിയാതെ ഓതിയാൽ വരൂല. വിശുദ്ധ ഖുർആന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീനിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളുമുണ്ട്, മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളുണ്ട്. പലപ്പോഴും ഉമ്മ മരിച്ചെടുത്ത് കുത്തിരുന്ന മക്കള് യാസീൻ ഓതുമ്പോ സന്തോഷമുള്ളിടത്തിലും കരയും, സങ്കടമുള്ളിടത്തിലും കരയും. അത് അതിന്റെ മയന അറിയാത്തത് കൊണ്ടാണ്. സൂറത്ത് യാസീനിൽ 2 മയനയുണ്ട്. ഏത്? സന്തോഷം കിട്ടുന്ന ഭാഗമുണ്ട്, സങ്കടം വരുന്ന ഭാഗമുണ്ട്. സങ്കടം വരുന്ന ഭാഗം ഏത്? ഒരു ഭാഗം നാളെ മഹ്ശറയിൽ നമ്മൾ എത്തുമ്പോ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം മഅഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. പിന്നെ വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅഖിലു ഹാദിഹി ജഹന്നം അല്ലതി കുൻതും തുഅദു. ദുർനടപ്പുകാരായി മരിച്ചുപോയ ആളുകള് മഹ്ശറിലെത്തുമ്പോൾ അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളോട് ഞാൻ നേർക്ക് നടക്കാൻ പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ അനുസരിച്ചില്ല അല്ലേ? എന്നാൽ ഇതാ നരകം, അതിൽ പോയിക്കോളൂ എന്ന് പറയും. അവിടെ നമ്മൾ കരഞ്ഞു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ആയത്തോതുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിച്ചു പോകും. അപ്പൊ അതിന്റെ മായന ചിന്തിച്ചു കൊണ്ട് ഓതുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവും, പടച്ചോനെ ഇത് എന്നോട് തന്നെയാണല്ലോ പറയുന്നത്. നല്ല വസ്ത്രം ധരിക്കണം, നല്ല മുന്തിയതല്ല, ഔറത്ത് ഫുള്ളായിട്ട് മറക്കണം, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. അങ്ങനെയാണ്. അതാണ് ഖുർആന്റെ അർത്ഥം ചിന്തിച്ച് ഓതിയാലുള്ള ഗുണം. ഇല്ലാതെ ഓതിയാലും പ്രതിഫലം കിട്ടും. അള്ളാഹു അറിവില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ തന്നുകൊണ്ടാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് എന്തെല്ലാം കടമകൾ നിർവഹിക്കാനുണ്ടോ അത് ഒന്നൊന്നായി ജീവിതത്തിൽ ചെയ്തു തീർത്തുകൊണ്ട് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗം പുൽകി. ആ മഹദി നാളെ സ്വർഗത്തിലെ രാജ്ഞിയായി അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ സൗഭാഗ്യം നൽകട്ടെ. പുന്നാര നബിയുടെ സഹധർമ്മിണിമാരിൽ ഏറെ ഇഷ്ടപ്പെട്ടവളായിരുന്നു ഖദീജ എന്ന മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവ്വലു മൻ തസവ്വജ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിൻത് ഖുവൈലിദ്. ഖുവൈലിദിന്റെ മകളാകുന്ന ഖദീജയാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത്. സ്ത്രീ സമൂഹത്തിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതും ഖദീജ ബീവി തന്നെയാണ്. ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആളാരാ? ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് തിരുത്താൻ പോവാണ് ഞാൻ. ആ വിശ്വാസം ആളുകളിൽ നിന്നാ ചോദിച്ച, ആണുങ്ങളിൽ നിന്നല്ല. ചോദ്യം എന്താ? ആണ് പെണ്ണെന്ന വ്യത്യാസമില്ലാതെ ഇസ്ലാമിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു കടന്നു വന്നപ്പോ ആദ്യം അത് കേട്ടുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി ഇസ്ലാമിലെ ഒന്നാമത്തെ മെമ്പറായ ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് അല്ലേ? അത് തിരുത്താൻ പോവാണ്. എന്താ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആദ്യമായിട്ട് എന്നിൽ ഈമാൻ ഉൾക്കൊണ്ടത് മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവ്വലു മൻ തസവ്വജ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി വിവാഹം ചെയ്തത് ഖദീജ ബീവിയാണ്. അന്ന് നബിയല്ല. ആ ഖദീജയെ കല്യാണം കഴിക്കുമ്പോ പൊന്നാര നബി ആരല്ല? നബിയല്ല. കാരണം 25 വയസ്സേ പ്രായമുള്ളൂ. 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. അതുകൊണ്ട് പ്രവാചകത്തെ ലബ്ധിയുടെ മുമ്പ് തന്നെ ഖദീജ ബിയുടെ കൂടെ ജീവിതം പങ്കിടാൻ ആരംഭിച്ചു മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ഫകാനത്ത് വസീറു സിദ്ഖിൻ ലഹു, മഹദി ഖദീജ റളിയല്ലാഹു അൻഹ പൊന്നാര നബിയുടെ സത്യസന്ധതയായ സഹചാരിയായിരുന്നു. വഹിയ അവ്വലു മൻ ആമന ബിഹി. അതാ തിരുത്താൻ പോവാണെന്ന് പറഞ്ഞതാ. വഹിയ ഖദീജ ബീവിയാണ് അവ്വലു മൻ ആമന ബിഹി, പൊന്നാര നബിയിൽ ആദ്യമായിട്ട് ഈമാൻ ഉറപ്പിച്ച ആൾ. ആരായിരുന്നു? അപ്പൊ ആദ്യം വിശ്വസിച്ചത് ആരല്ല? അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ല. പിന്നെ ആരാ? ഖദീജ ബീവിയാണ്. വഖവഹിയ അവ്വലു മൻ ആമന ബിഹി അല സ്വഹീഹ്, സഹീഹായ അഭിപ്രായ പ്രകാരം ആദ്യമായിട്ട് ഇസ്ലാം ആശ്ലേഷിച്ചത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പൊന്നാര നബി ജബലുൻ നൂറിൽ കഴിയുമ്പോ ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ആയത്ത് ഓതിക്കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് നബിയുമായിട്ട് അധിക ബന്ധമില്ല. ഉണ്ടോ? അന്ന് നബി ഒറ്റക്കാണ്. അന്നെങ്ങാനും അബൂബക്കർ സിദ്ദീഖ് നബിയുമായി കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ ആ ഗുഹയിലും ആര് കൂടെ ഉണ്ടാകുമായിരുന്നു? ആ ഗുഹയിൽ അബൂബക്കർ കൂടെ ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് കൂടെയുള്ള ഒരു ഗുഹയുണ്ട്. അതേതാ? സൗർ ഗുഹയാണ്. ഇസ്രയുടെ ഘട്ടത്തിൽ അഭയം പ്രാപിച്ച സൗർ ഗുഹയാണ്.
ജബലുന്നൂർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ നിന്ന് 3200 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഏതാണ്ട് 3.5 കിലോമീറ്റർ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു മല കാണാം. ആ മലയാണ് ഹയ്യുൽ ഹിസ്റയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോ ഒരു പർവ്വതം കാണാം. ആ പർവ്വതമാണ് ജബലുന്നൂർ, പ്രകാശത്തിന്റെ ഗിരിശിഖരം എന്ന് ചരിത്രം നാമം നൽകിയ ആ പ്രകാശിക്കുന്ന മല. ആ മലയുടെ ഉയരം എത്രയാണെന്നറിയുമോ? ഒരു സാധാരണഗതിയിലുള്ള ഒരു പെണ്ണിനും അതിന്റെ മേലെ എത്താൻ കൊതിക്കുകയല്ലാതെ ആരോഗ്യം കൊണ്ട് സാധ്യമല്ല. പഠിക്കണം നമ്മൾ, അല്ലേ? ജബലുന്നൂർ ഇങ്ങനെ നമ്മുടെ ഉംറ യാത്രയിലെ അല്ലെങ്കിൽ ഹജ്ജ് യാത്രയിലെ അമീറുമാർ അതിന്റെ താഴ്ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് പറയും, കണ്ടോ ആളുകൾ അങ്ങനെ ഉറുമ്പരിക്കുന്നത് പോലെ അരിച്ചു കയറുന്നത്. ഒരു ലക്ഷ്യം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഏതാണ് ആ ലക്ഷ്യം? അല്ലാഹുവിന്റെ ഖുർആനിന്റെ അമരധ്വനികൾ ആദ്യമായി അവതരിച്ച ആ ഗുഹ ഒന്ന് കാണണം. മുത്തുനബി എഴുതാരത്തിൽ കഴിഞ്ഞുകൂടിയ ഗുഹ കാണണം. ആ ഹിറാ ഗുഹയൊന്ന് കാണണം. അതിന്റെ ആഗ്രഹത്തിലാണ് അവരങ്ങനെ ക്ഷീണം മറന്ന് വാർദ്ധക്യം മറന്ന് വളരെ പ്രയാസപ്പെട്ട് സാഹസികമായി താണ്ടിക്കടന്നുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് പോകുന്നത്. താഴെ നിന്നുകൊണ്ട് നമ്മുടെ അമീറുമാർ കാണിച്ചു തരും, കണ്ടോ നിങ്ങൾ കണ്ടോ. അല്ലാഹു വീണ്ടും വീണ്ടും അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ നമ്മുടെ പെണ്ണുങ്ങന്മാര് ചോദിക്കും, നമ്മളെ പലരും ആണുങ്ങളും ചോദിക്കും, അല്ല ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുന്നുള്ളൂ, നമ്മളവിടെ കേറുന്നില്ലേന്ന്. ആ മലയില് നമ്മള് കയറുന്നില്ലേ? അപ്പൊ അമീർ പറയും, കയറാൻ നമുക്ക് പിന്നെ ഒരിക്കൽ വരാം, ഇന്ന് ഇങ്ങനെ പോവാ. റൂമിൽ പോയിട്ട് കയറാൻ താല്പര്യമുള്ളവരൊക്കെ ഒരുങ്ങിക്കോളും, നമുക്ക് വന്ന് കയറാം. എല്ലാരും താല്പര്യം കാണിക്കും. ഊരവേദനയുള്ളവനും മുട്ടുവേദന ഉള്ളവനും ഒരു വേദന ഇല്ലാത്തവനും ഒക്കെ താല്പര്യം കാണിക്കും. പക്ഷേ ആ മലയുടെ താഴ്വാരം വരെ നടന്ന് വണ്ടി ഇറങ്ങി നടന്നെത്തുമ്പോൾ തന്നെ ചിലര് പറയും, ഞാനിവിടെ ഇരിക്കാം ഉസ്താദേ, നിങ്ങള് പോയിട്ട് മനസ്സിലാക്കണം, നിങ്ങൾ പോയിട്ട് വന്നോളൂ, ഞാനിവിടെ ഇരിക്കാം. എന്താ കാരണം? 4 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തിന് തളർന്നു പോയി. അവിടെയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ നമ്മൾ ഏറെ ബഹുമാനത്തോടെ ഓർത്തു പോകുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ, ആ പർവ്വതത്തിലേക്ക് പരിശുദ്ധ ഹറമിൽ നിന്ന് 3200 കിലോമീറ്റർ ആണ് അകലമുള്ളത്. കൃത്യമായിട്ട് ഓർമ്മിച്ചോ, 3 കിലോമീറ്ററും 200 മീറ്ററും. അപ്പൊ എത്ര? 3200, ഏതാണ്ട് 3.5 കിലോമീറ്റർ അകലമാണ്. വണ്ടിയിൽ പോകാം, നടക്കേണ്ടതില്ല. മലയുടെ മുകളിലേക്കല്ല, മലയുടെ താഴ്ഭാഗം വരെ വണ്ടി പോകും. അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളെ ഇറക്കി തരും. അങ്ങനെ നമ്മൾ ആ മല കയറാൻ ഉദ്ദേശിക്കുകയാണ്. എത്ര ഉയരമാണ് അതിനുള്ളതെന്നറിയുമോ? 270 മീറ്റർ ഉയരമാണ് ആ പർവ്വതത്തിനുള്ളത്. എത്ര മീറ്റർ? 270 മീറ്റർ. 100 മീറ്റർ ആണ് 1 കിലോമീറ്റർ, അല്ലെ? 1000 മീറ്റർ 1 കിലോമീറ്റർ അല്ലെ? 1000 മീറ്റർ 1 കിലോമീറ്റർ. 270 മീറ്റർ ഉയരമാണ്, അഥവാ 890 അടി ഉയരമുള്ള മലയാണ്. 890 അടി ഉയരമുണ്ട്. 600 സ്റ്റെപ്പുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചവിട്ടി 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 കയറി പോകാൻ എത്ര സ്റ്റെപ്പുകളാണ്? 600 സ്റ്റെപ്പുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ മലയിൽ ഇന്ന് സ്റ്റെപ്പുകളുണ്ട്. ഇടക്കിടക്ക് വെയിലിൽ നിന്ന് തണലേകാൻ ചെറിയ കുട്ടിപ്പന്തലുകളുണ്ട്. കണ്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ പന്തലുകളുണ്ട്. അതുമാത്രമല്ല, വഴിയോരത്തിൽ ഉടനീളം ശീതീകരിച്ച വെള്ളം, കുപ്പിവെള്ളങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്. മല കയറിയിട്ട് പൊരിഞ്ഞ വെയിൽ കൊണ്ട് മല കയറി തളരുമ്പോ, ദാഹം വരുമ്പോ ഒരു കുപ്പി വെള്ളം വേണമെങ്കിൽ നമുക്ക് വാങ്ങി കുടിക്കാം. ആ മലയുടെ ഏറ്റവും മുകളിലെത്തുമ്പോൾ നല്ല ജ്യൂസും നല്ല കേക്കും പലഹാരങ്ങളും വിൽക്കപ്പെടുന്നുണ്ട്, വാങ്ങിക്കഴിക്കാം. ഓരോ സ്റ്റെപ്പുകളും കടക്കാം. ആ മലയുടെ പരിസരത്തേക്ക് ധാരാളം വാഹന സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് വാഹനങ്ങളില്ല. ശീതീകരിച്ച തണുപ്പിക്കുന്ന AC സംവിധാനമുള്ള വാഹനങ്ങളില്ല.
റോഡ് സൗകര്യപ്പെടുത്തപ്പെട്ട റോഡ് സൗകര്യങ്ങളില്ല, കടന്നു പോകാൻ സ്റ്റെപ്പുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല, കുടിക്കാൻ വെള്ളം സപ്ലൈ ചെയ്യുന്ന കച്ചവടക്കാരില്ല, വിശ്രമിക്കാൻ കുട്ടിപ്പന്തലുകളില്ല. ഇതൊന്നുമില്ലാത്ത കാലത്ത് സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് പാറകൾ പതച്ചു കിടക്കുമ്പോ ആ പാറക്കല്ലുകൾ ചവിട്ടി കടന്നുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആ മലയുടെ മുകളിലെ ഒരു പൊത്തിൽ ഇബാദത്തിൽ കഴിയുന്ന തന്റെ ഭർത്താവിന് പരിശുദ്ധ ഹറമിന്റെ പരിസരത്തുള്ള വീട്ടിൽ നിന്ന് ചുട്ടെടുത്ത റൊട്ടി ഒരു കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് നഗ്നപാതയായി നടന്നു പോകും. പതച്ചുരുകി കിടക്കുന്ന മരുഭൂമിയിലൂടെ കരിങ്കൽ കഷ്ണങ്ങളെ താണ്ടിക്കടന്നുകൊണ്ട് 3.5 കിലോമീറ്ററുകൾ ദൂരമുള്ള ആ മലയിലേക്ക് പോകും. രാവിലെ പോകും. എന്നിട്ട് അത്രയും ഉയരമുള്ള മല കയറിയിട്ട് തന്റെ ഭർത്താവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഒരല്പനേരം അവിടെ വിശ്രമിക്കാൻ ഇരുന്നിട്ട് വീണ്ടും തിരിച്ചു പോരും. വൈകുന്നേരം വീണ്ടും രാത്രിയിലേക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി വീണ്ടും അതാ വൈകുന്നേരം നടന്നുപോയി ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം 2 സമയങ്ങളിൽ 3.5 കിലോമീറ്റർ കാൽനടയായി വരച്ചു കിടക്കുന്ന മരുഭൂമികളെ താണ്ടിക്കടന്ന് വഴിയിൽ കുടിക്കാൻ വെള്ളം കിട്ടാനില്ല, വിശ്രമിക്കാൻ കളിത്തൊട്ടിലുകൾ കളിപ്പന്തലുകളിൽ കുട്ടിപ്പന്തലുകളില്ല, കടന്നു കയറാൻ സ്റ്റെപ്പുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല, വാഹന സൗകര്യങ്ങളില്ല. കാൽനടയായി പോയി 3.5 കിലോമീറ്റർ രാവിലെയും വൈകുന്നേരവും നടന്നുപോയി ആ മലയുടെ മുകളിൽ ഇബാദത്തിൽ കഴിയുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ചെയ്യേണ്ട ജീവിതത്തിലെ കടപ്പാടുകൾ എന്താണെന്ന് കൃത്യമായും സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിച്ചു പോയ മഹദി ഖദീജത്തുൽ കുബ്രാ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് സാധിക്കും 3.5 കിലോമീറ്റർ നടക്കാൻ പോയിട്ട് ആലോചിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വീടിന്റെ മുമ്പിൽ ഒരു പീടിയുണ്ട് നോക്കുക ഭർത്താവ്, വീടിന്റെ തൊട്ട് മുമ്പിൽ. അപ്പൊ ഓൻ പോകുമ്പോ പറയും നോമ്പുറക്കേണ്ട വെള്ളവും കാരക്കയെല്ലാം നീ ഇങ്ങ് കൊണ്ടുതരണം, തിരക്കായിരിക്കും ആ സമയത്ത് പീടിയയിൽ. ഒരു ദിവസം ഓള് കൊണ്ടു കൊടുക്കും. അപ്പൊ ഓളോട് പറഞ്ഞു ഇനി എന്തെങ്കിലും തിന്നാനുണ്ടാക്കിയുണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നീ ആ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങോട്ട് വരണം. ആ എനിക്ക് ഇതന്നെയല്ലേ പണി, മണങ്ങ് വന്ന് തിന്നു അല്ലേ. നമ്മുടെ പെണ്ണുങ്ങൾ 2ാം വട്ടം വരാൻ ശ്രമിക്കില്ല. എത്ര നടക്കണ്ട്? ഒരു 10 അടി നടന്നാൽ 10 കാലടി വെച്ചാൽ പീടിയിലെത്തും. ഇനി അഥവാ അന്ന് കൊണ്ടു തന്നാലും പിറ്റന്നാൾ പുറേ തന്നെ പറയും ഇതാ ഇനി ഇന്ന് വേഗം തന്നെ നോമ്പറക്കണേ കൊണ്ടുതന്നെ പറയാം. പീടിയ എന്ത് കച്ചവടം ഇവിടെ അടിച്ചിട്ട് വന്നിട്ട് നോമ്പൊക്കെ തുറന്നു പോയിട്ട് തുറന്നാൽ മതി പീടിയ എന്ന് പറയും. തുറക്കാൻ അടക്കപ്പെടും, അടച്ചാൽ തുറക്കില്ല എന്നൊരു ബോർഡാടെ വെച്ചേക്ക് എന്ന് പറയും. തുറക്കാൻ അടക്കപ്പെടും, അടച്ചാൽ തുറക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? പീടിയന് മുമ്പിൽ ഒരു ബോർഡാണ്. തുറക്കാൻ അടക്കും എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കാൻ പീടി അടക്കും. അങ്ങനെ അടച്ചാൽ പിന്നെ തുറക്കില്ല. ഒരു ബോർഡ് അവിടെ ഉണ്ടാക്കി കൊടുക്കും, അവിടെ തൂക്കിയിട്ടേക്ക്. ഓനിക്കന്നെ തിരിക്കില്ല എന്താ ഏരിയെന്നില്ലേ. തുറക്കാൻ അടക്കും, അടച്ചാൽ തുറക്കില്ല. അതാണ് നമ്മുടെ കടപ്പാട്. അവിടെയാണ് ഖദീജ ബീവി നമുക്ക് പാഠമാകണമെന്ന് പറഞ്ഞു. എല്ലാം സഹിക്കുകയാണ്. ഏലിയായി നടന്നു പോകുന്നത് പെണ്ണുങ്ങൾ ആ മലേന്റെ ചോട്ട് കൊണ്ടേ നിർത്തിയിട്ട് ഞാൻ നല്ല വയല് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നിങ്ങൾ പഠിക്കണം കുടുംബജീവിതം എന്താണ്. 4 സ്റ്റെപ്പ് കയറി. ഒരിക്കലും ഒരു പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു എനിക്കെന്തായാലും അതിന്റെ മുകളിലെത്തണം, നിങ്ങളൊന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു തോർത്തും കൊണ്ട് കൈമ കെട്ടിക്കോ, എന്നിട്ട് പിടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പിടിപ്പിച്ചു. ഒരാഗ്രഹല്ലേ. 4-5 സ്റ്റെപ്പ് കയറിയിട്ട് എന്നോട് പറഞ്ഞു ഈ തോർത്ത് കൊണ്ടുവന്ന് ഞാൻ വിട്ടോട്ടെ എന്ന് ചോദിച്ചു. ആ വിട്ടോന്ന് പറഞ്ഞു. എന്നാ ഉസ്താദ് പോയിട്ട് പോയി, ഞാനിവിടെ ഇരിക്കാതെ. അവിടെ കണ്ണിന്ന് വെള്ളം വരും. ഖദീജ ബീവി ആ മല കയറാണ്. ഒരു ദിവസം ഒരു നേരമല്ല, പിന്നെ 2 നേരം മുത്തുനബിക്ക് ഭക്ഷണം കൊടുക്കാം. എന്നിട്ട് വല്ല വിഷമുണ്ടാവും. വയസ്സ് എത്രയാ നിങ്ങൾ വിചാരിച്ചേ? നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്നേക്കാളും നിങ്ങൾക്കല്ലേ വയസ്സ് കുറവ്, ഇങ്ങനെ കീഞ്ഞ് പോരി എന്നിട്ട് തിന്നിട്ട് പോടുന്നു. സുഹൃത്താക്ക് വയസ്സ് കുറവാണ്. വയസ്സ് കുറവാണെന്ന് മാത്രമല്ല ആരോഗ്യവും കൂടുതലാണ്. അനുഭവിച്ച സഹധർമ്മിണിമാര് പറയുന്ന പ്രവാചകന് 60 ആരോഗ്യത്തിരുടെ ഗാത്രരായ പുരുഷന്മാരുടെ ഒറ്റ ആരോഗ്യം നബിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു.
നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ള 60 ആണുങ്ങളുടെ ആരോഗ്യം ആർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായി ഉണ്ടായിരുന്നു എന്ന് അനുഭവിച്ച സഹധർമ്മിണിമാരാണ് പറയുന്നത്. ആയിഷ ബീവിയാണ് പറയുന്നത്. പൊന്നാര നബിയുടെ ആരോഗ്യം മഹത്തരമായിരുന്നു, ഒരു ക്ഷീണവും ലഭിക്കില്ലായിരുന്നു. വിടവാങ്ങൽ ഹജ്ജിന്റെ ഘട്ടത്തിൽ ഉദ്ഹിയത്തറക്കാൻ അല്ലാഹുവിന്റെ റസൂൽ 100 ഒട്ടകങ്ങളെയാണ് കൊണ്ടുവന്ന് കെട്ടിയത്. മിനാ താഴ്വരയിൽ 100 ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് കെട്ടി. മിനാ താഴ്വരയിൽ അത് 100 മാരുടേതാണ്, 100 റസൂലുള്ളാഹിന്റേതാണ്. ഹജ്ജിന്റെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തിന്റെ 80 ചില്ലാനം ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഹജ്ജാണത്. അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ ഹജ്ജിന്റെ അറഫ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ 81 ദിവസമേ പിന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നബി വഫാത്തായി. ആ ഹജ്ജിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയത്തറുക്കാൻ, ബലിയറുക്കാൻ കരുതി കൊണ്ടുപോയത് 100 ഒട്ടകങ്ങളെയാണ്. എങ്ങനെയുള്ള ഒട്ടകങ്ങൾ എന്നറിയുമോ? മെലിഞ്ഞ ഒട്ടകങ്ങളല്ല, ക്ഷീണിച്ച ഒട്ടകങ്ങളല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അറബ് ലോകത്തിന് മാതൃകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദ്ഹിയത്തറുക്കാൻ ഉദ്ദേശിക്കുന്നവരോട് പറഞ്ഞു, അൽളിമൂ ലഹായാകും ഫഇന്നഹാ അലസ്റാതി മതായാകും. നിങ്ങൾ നല്ല തടിച്ചു കൊഴുത്ത ആരോഗ്യമുള്ള മൃഗങ്ങളെയാകണം ഉദ്ഹിയത്തറുക്കേണ്ടത്. എന്തുകൊണ്ട്? ആ ഉദ്ഹിയത്തറുത്ത മൃഗമാണ് നാളെ നിങ്ങൾക്ക് സിറാത്ത് പാലത്തിൽ കടക്കാനുള്ള, കയറാനുള്ള വാഹനമായി മാറേണ്ടത്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഉദ്ഹിയത്തറുക്കുന്ന മൃഗം നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് തല താഴ്ത്തി തരും, കയറിക്കോന്ന് പറയും. അതിന്റെ പുറത്ത് കയറിയിട്ടാണ് നമ്മൾ സിറാത്ത് പാലം അക്കരെ കടക്കുന്നത്. പാലത്തിലൂടെ സഞ്ചരിക്കാനുള്ള മൃഗവാഹനമായി ആ മൃഗത്തെ അല്ലാഹു നിർത്തിത്തരും. അതുകൊണ്ട് പൊന്നാര നബി പറഞ്ഞു, നല്ല വില കൊടുത്തിട്ട് നല്ല തടിയുള്ളതിനെ വാങ്ങി അറുക്കണം, നല്ല ആരോഗ്യമുള്ളത്. കണ്ടാൽ ഒരു ആനക്കുട്ടിയാണെന്ന് തോന്നുമോ, ഒരു പോത്തുകുട്ടനാണെങ്കിൽ അങ്ങനെയുള്ളതിനെ അറുക്കണം. നമ്മൾ വില കുറഞ്ഞ ആ ക്ഷീണം പിടിച്ചേടാ നോക്കി നടക്കും. അതിനെത്രയാ? അതിന് 48,000 റുപ്യ. 48,000 റുപ്യോ? അതിന്റെ അപ്പുറത്തുള്ളതിനോ 23,000 റുപ്യ. അതുപോലെ ഉസ്താദ് അതിൽ ഇടപെടില്ല. കാരണം അത് നിങ്ങൾ തീരുമാനിക്കണം. ഉസ്താദ് അതിന്റെ പുറത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നല്ല തടിയുള്ളതിനെ അറുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ നമ്മളോട് പറഞ്ഞ നബി അറുക്കുമ്പോൾ തടിയുള്ളതായിരിക്കുമല്ലോ, മാതൃകയായിരിക്കുമല്ലോ. ഏറ്റവും നല്ല ജമൽ, ഏറ്റവും നല്ല ജമൽ, ജമൽ എന്ന് പറഞ്ഞാൽ ക്യാമൽ, ഒട്ടകം, ഭയങ്കര ഒട്ടകം. ഈ കഴിഞ്ഞ ഉംറയുടെ ഘട്ടത്തിൽ പാലത്തായി മൊയ്തുവാജിക്ക് ഒരു ഒട്ടകത്തിന് അറക്കണമെന്നൊരു പൂരം. അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മളൊന്ന് ഒട്ടകപ്പന്തിയിൽ പോകാം. അങ്ങനെ മിനയിലെ ഒട്ടകം കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് പോയി. സുബ്ഹാന ജല്ല ജലാലുഹു, ഓരോ ഒട്ടകത്തിന്റെ വലിപ്പം വന്ന ഭയങ്കര വിലയുള്ള ഒട്ടകം. അങ്ങനെ ഒരൊട്ടകത്തിന് മൊയ്തുവാജി വാങ്ങി. അധികം വലുതുമല്ല ചെറുതുമല്ലാത്ത ഒന്നിന് വാങ്ങി. അതിനെ അറുത്തു. അതിന്റെ മാംസം അവിടെ വിതരണം ചെയ്യപ്പെട്ടു. കുറച്ച് പുറയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നമ്മളൊക്കെ കഴിക്കുകയും ചെയ്തു. അപ്പൊ ഒട്ടകം അന്നാണ് കണ്ടത്, ഭയാനകരമായ വലിപ്പമുള്ള ഒട്ടകം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിപ്പമുള്ള ഒട്ടകത്തെ നോക്കി 100 ഒട്ടകത്തെ മിനാ താഴ്വരയിൽ കൊണ്ടുപോയി കെട്ടി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അറഫ സമ്മേളനം കഴിഞ്ഞ് മുസ്ദലിഫയിൽ രാപ്പാർത്ത് ജംറകളേറിയാനുള്ള കല്ലുമായി വന്ന് മിനയിൽ വന്ന് ജംറകളെ എറിഞ്ഞു. ഏറി കഴിഞ്ഞപ്പോൾ പിന്നെ അറവാണ് നടക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ മൻഹറിലേക്ക് പോയി, അറക്കുന്ന സ്ഥലത്തേക്ക് പോയി. മൂർച്ചേറിയ കത്തിയെടുത്തുകൊണ്ട് അറുക്കാൻ തുടങ്ങി. ഒരൊട്ടകത്തിനെ അല്ല, ഒന്നല്ല, 10 അല്ല, 20 അല്ല, 30 അല്ല, 40 അല്ല, 50 അല്ല, 60, 61, 62, 63 ഒട്ടകങ്ങളെ ഒരേ നിൽപ്പിൽ അല്ലാഹുവിന്റെ റസൂൽ അറുത്തു വീഴ്ത്തി. 63 അറുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ കത്തി അലിയാർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ പിടി, 100 ബാക്കി ഇനി 37 കൂടി ഉണ്ട്, അത് നിങ്ങൾ അറുത്തോളൂ എന്ന് പറഞ്ഞു. അത് ക്ഷീണം പിടിച്ചുകൊണ്ട് പറഞ്ഞതല്ല, ക്ഷീണം പിടിച്ചുകൊണ്ട് പറഞ്ഞതല്ല. പിന്നെയോ അതിലൊരു സൂചനയുണ്ട്. ഞാൻ 63 കൊല്ലേ ജീവിക്കുള്ളൂ, 1 കൊല്ലത്തേക്ക് ഒരു ഒട്ടകം എന്ന നിലയ്ക്ക് ഞാൻ അറുത്ത് കഴിഞ്ഞു.
എനിക്ക് കൂടുതൽ അറുത്താൽ പടച്ചോനിക്ക് തോന്നും എനിക്ക് ഇനിയും ജീവിക്കാൻ മോഹമുണ്ടെന്ന്. അത് വേണ്ട, ബാക്കി അലി നിങ്ങൾ അറുത്തോളൂ എന്ന് പറഞ്ഞു. 63 ഒട്ടകത്തിന് ഒരൊറ്റ നിപ്പിന് അറുത്തങ്ങ് തള്ളി എന്ന് പറഞ്ഞേ. ഒരു പോത്തുകുട്ടിനെ അറക്കാൻ കഴിയും നമുക്ക്? അതാണ് ആരോഗ്യം. അപ്പൊ ഖദീജ വരെ എങ്ങനെയൊക്കെ ആരോഗ്യമുള്ള നിങ്ങളല്ലേ, ഞാനൊരു വയസ്സത്തില്ലേ, നിങ്ങളെക്കാൾ 15 വയസ്സിന് മൂപ്പ് എനക്കില്ലേ. അതുകൊണ്ട് നിങ്ങൾ പുരയിൽ വന്നിട്ട് ചായയും കുടിച്ചിട്ട് പോരി, എനിക്ക് ആകുന്നില്ല നടക്കാൻ. ഒരിക്കൽ പോലും പറഞ്ഞില്ല പെങ്ങളെ, ഒരിക്കൽ പോലും പറഞ്ഞില്ല. അതാണ് ആ ഖദീജ ബിയുടെ മഹത്വം വിളിച്ചറിയിക്കുന്നത്. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖദീജ ബിബി റളിയല്ലാഹു തആലയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖദീജയാണ് ആദ്യമായിട്ട് ഇസ്ലാം ആശ്രയിച്ച മഹദി. അവ്വല മൻ തസവ്വജ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിൻത് ഖുവൈലിദ്. ഖദീജയാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത്. ഫകാനത്ത് വസീറ സദഖൻ ലഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധയായ മഹദിയായിരുന്നു, സഹധർമ്മിണിയായിരുന്നു, വസീറായിരുന്നു ഖദീജ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലമ്മാ ബുഇസ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ പ്രവാചകനായിട്ട് അയക്കപ്പെട്ടപ്പോ പ്രബലാഭിപ്രായ പ്രകാരം ആദ്യമായിട്ട് ഈമാൻ ഉൾക്കൊണ്ടത് ആദ്യത്തെ ഇസ്ലാമിന്റെ മെമ്പർ ഖദീജയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം വഖീല, ഒരഭിപ്രായം അബൂബക്കർ സിദ്ദീഖ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. അതൊരു ഖീലയാണ്. ഫലമായ അഭിപ്രായമാരാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്? ഖദീജ ബിവിയാണ്. ചെറിയ ഒരു അഭിപ്രായം അതല്ല, അബൂബക്കർ സിദ്ദീഖ് ആണെന്നും പറയുന്നുണ്ട്. എന്നാൽ അതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, എന്നാൽ അഭിപ്രായത്തിന് പിൻബലമില്ല. അബൂബക്കർ സിദ്ദീഖ് ആണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് എന്ന അഭിപ്രായത്തിന് പിൻബലമില്ല. അത് ഖദീജ തന്നെയാണ്. പക്ഷേ പറയാം, ആണുങ്ങളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് ആണെന്ന് പറയാം. ആണുങ്ങളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് ആണ്, പെണ്ണുങ്ങളിൽ നിന്ന് ഖദീജ ബിവിയാണ്. എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമായിട്ട് ആദ്യം ഇസ്ലാമിലേക്ക് വന്നത് ഖദീജ ബിവിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഖദീജ ബിവി വഫാത്താകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ വലം യതസവ്വജ ഫീ ഹയാതിഹാ സിവാഹാ. ഖദീജ വഫാത്താകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു കല്യാണവും കഴിച്ചില്ല. ഖദീജ വഫാത്താകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു പെണ്ണ് കെട്ടിയില്ല. എന്തുകൊണ്ട്? ലിജലാലിഹാ, ഖദീജ ബിവിയോടുള്ള മഹത്വം കൊണ്ട് തന്നെ, അവരോടുള്ള ബഹുമാനം കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം കൊണ്ട് തന്നെ, ആ സ്ഥാനം പരിഗണിച്ചത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബിവി വഫാത്താകുന്നത് വരെ മറ്റൊരു കല്യാണവും കഴിച്ചില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖദീജ ബിവി അല്ലാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ 2 ഭർത്താക്കന്മാര് കെട്ടിയിരുന്നു ഖദീജ ബിവിയെ. ഖുവൈലിദിന്റെയും ഫാത്തിമ ബിവിയുടെയും മക്കളാണ് ഖദീജ ബിവി. അവർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. ഖുവൈലിദ് എന്നവർക്ക് ഖദീജ ബിവിയുടെ വാപ്പാക്ക് 4 മക്കളുണ്ടായിരുന്നു. അതിൽ 2 പെണ്ണും 2 ആണുമായിരുന്നു ഉണ്ടായിരുന്നത്. ആണുങ്ങൾ, ഒന്നാമത്തെ ആൺകുട്ടിയുടെ പേര് ഖദീജയുടെ മൂത്ത ആങ്ങളയുടെ പേര് അവ്വാം എന്നാണ്. ഖദീജയുടെ മൂത്ത ആങ്ങളയുടെ പേര് അവ്വാം എന്നാണ്. അവ്വാം ഇബ്നു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൻ അവ്വാം. രണ്ടാമത്തെ ആങ്ങളയുടെ പേര് ഹുസാം എന്നാണ്. ഹുസാം, അൽ ഹുസാം ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഹുസാം അത് ഖദീജാവിന്റെ ആങ്ങളന്റെ പേരാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ് ഖദീജ ബിവിയുടെ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടായത്. ഉപ്പാന്റെ പേര് ഖുവൈലിദ് എന്നും ഉമ്മാന്റെ പേര് ഫാത്തിമ എന്നുമാണ്. ഖദീജയുടെ ഉപ്പാന്റെ പേര് ഫാത്തിമയോ, ഉപ്പാന്റെ പേര് ഖുവൈലിദ്, ഉമ്മാന്റെ പേര് ഫാത്തിമ. അവർക്ക് 4 മക്കള്, 2 ആൺമക്കള്. ഒന്ന് അവ്വാം, രണ്ടാമത്തത് ഹുസാം.
നമുക്കും ആ പേരൊക്കെ നല്ല പേരുകളാണ്. അവ്വ, ഹുസ്സ. 2 പെൺമക്കള്. ഒന്ന് ഹാല, ഖദീജയുടെ പെങ്ങളുടെ അനുജത്തിയുടെ ജ്യേഷ്ഠത്തിയുടെ പേര് ഹാല. മറ്റൊന്ന് ഖദീജ. അങ്ങനെ 4 കുട്ടികളാണ്. അതിൽ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ആ മഹദിയാണ് അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചത്. ആ ഖദീജ ബിബി അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലാഹുവിന്റെ റസൂൽ കെട്ടുന്നതിന് മുമ്പ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 പുരുഷന്മാര് കല്യാണം കഴിച്ചിരുന്നു. ഒന്നാമത്തെ ഭർത്താവ് അത്തീഖ് ഇബ്നു ആബിദ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അത്തീഖ് ഇബ്നു ആബിദാണ് ഒന്നാമത്തെ ഭർത്താവ്. രണ്ടാമത്തെ ഭർത്താവോ അബൂ ഹാല എന്നറിയപ്പെടുന്ന ഭർത്താവാണ്. ഖദീജ ബിവിക്ക് ആകെ 9 മക്കളാണ് ഉണ്ടായത്. അതിൽ 6 മക്കൾ അല്ലാഹുവിന്റെ റസൂലിലും അതേപോലെ തന്നെ 3 കുട്ടികൾ ആദ്യ ഭർത്താവിനുമാണ്. ഒന്നാം ഭർത്താവ് അത്തീഖുമത്തുള്ള 1.5 വർഷത്തെ ജീവിതത്തിൽ മഹദി ഖദീജ ബിവിക്ക് ഒരു കുട്ടിയുണ്ടായി. ഹിന്ദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ടായി. ആദ്യ ഭർത്താവിന്റെ ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഹിന്ദ്. ആ ഭർത്താവിന്റെ കൂടെ 1.5 കൊല്ലം എന്തായിട്ടുള്ളൂ ഖദീജ ബിവിക്ക് ജീവിതം കിട്ടിയിട്ടുള്ളൂ, 1.5 വർഷം. ആ ഭർത്താവിന്റെ പേര് അബൂ ഹാല എന്നാണ്. ഖദീജയുടെ ഒന്നാമത്തെ ഭർത്താവിന്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ അത്തീഖ് ഇബ്നു ആബിദ് എന്നാണ്. അവരുടെ കൂടെ 1.5 കൊല്ലം ജീവിതം. അതിലൊരു കുട്ടി ജനിച്ചു, അതാണ് ഹിന്ദ് എന്ന പെൺകുട്ടി. രണ്ടാം ഭർത്താവ് അബൂ ഹാലയിൽ 2 കുട്ടികൾ ജനിച്ചു. ഒന്ന് ഹാല, മറ്റൊന്ന് രണ്ടാമത്തതിന്റെ പേര് ഹിന്ദ്. ഇങ്ങനെ 2 കുട്ടികൾ ജനിച്ചു. ബാക്കി 6 മക്കളും ഉണ്ടായത് പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ആകെ 9 കുട്ടികളുള്ളതിൽ ആദ്യ 2 ഭർത്താക്കളിൽ ഒന്നാമത്തെ ഭർത്താവിൽ ഹിന്ദ് എന്ന് പറയുന്ന പെൺകുട്ടി, രണ്ടാമത്തെ ഭർത്താവിന്റെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും, അങ്ങനെ 3 കുട്ടികൾ. ബാക്കിയുള്ള 6 കുട്ടികളും ഉണ്ടായത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് റസൂലുള്ളാഹിയിൽ നിന്നാണ്. ലാ യഅദിലൂന ഖദീജത അഹദൻ മിനൻ നിസാ. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റുള്ള ഒരു ഭാര്യമാരും ഖദീജയുടെ തുല്യതയുള്ളവരല്ല. എന്തുകൊണ്ടെന്നറിയുമോ? റബ്ബി അലൈഹ. 2-3 കാരണങ്ങളുണ്ട്. ഖദീജ ബിവിക്ക് മറ്റുള്ള ഭാര്യമാരെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണന കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട്. എല്ലാ ഭാര്യമാരെയും ഒരുമിച്ച് നിർത്തിയാൽ അല്ലാഹുവിന്റെ റസൂലിന് ഏറെ ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജയാണ്. കഴിഞ്ഞ ആഴ്ച ആയിഷ എന്ന് പറഞ്ഞല്ലോ, അത് വേറൊരു വർത്താനം. ഏറെ പ്രിയപ്പെട്ടവൾ ഖദീജയാണ്. അതിന് ഒരു കാരണം ഒന്ന്, അല്ലാഹു തആല സലാം പറഞ്ഞയച്ചു ഖദീജ ബിവിക്ക് സലാമിർ റബ്ബി അലൈഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബിവിക്ക് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല സലാം പറഞ്ഞയച്ചു. അതെങ്ങനെയാ സംഭവം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ. നബിയെ, ഇതാ ഖദീജ നിൽക്കുന്നു. ഖദ് അതത് മാഹാ ഇനാഉ. അവര് വരുന്നുണ്ട്, അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ജിബ്രീൽ പറയാണ്, ഖദീജ ഇപ്പൊ വരും, അതാ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട് നബിയെ. അതിൽ നല്ല കൂട്ടാനുണ്ട്, കറി അല്ലെങ്കിൽ ഭക്ഷണം, എന്തോ ഒന്ന് ജിബ്രീൽ പറഞ്ഞു. ആ പാത്രത്തിൽ നല്ല കറി വെച്ചതുണ്ട്, അല്ലെങ്കിൽ എന്തോ ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ എന്തോ പാനീയമുണ്ട്. തങ്ങൾക്ക് കഴിക്കാൻ എന്തോ ഭക്ഷണമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നബിയെ, തങ്ങളുടെ അടുക്കലേക്ക് അവരെത്തിപ്പെട്ടാൽ തങ്ങൾക്ക് ഭക്ഷണവും എടുത്തുകൊണ്ട് വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ജബലുൻ നൂറിന്റെ മുകളിലേക്ക് അതാ ഖദീജ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലാകുന്ന ഭർത്താവിന് ഏറെ സാഹസികമായി സേവനം ചെയ്യുന്ന രംഗം അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല കാണാനിടയായപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. നബിയെ, അതാ വരുന്നു ഖദീജ, തങ്ങൾക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് കയ്യിലൊരു പാത്രത്തിൽ ഭക്ഷണമുണ്ട്. ഒന്നുകിൽ നല്ല രുചിയുള്ള കൂട്ടാനാണ്, അല്ലെങ്കിൽ അതിൽ ഭക്ഷണമാണ്, അല്ലെങ്കിൽ നല്ല എന്തോ അസീറാണ്, ജ്യൂസോ മറ്റോ ആണ് കൊണ്ടുവരുന്നത്. അതുമായിട്ട് തങ്ങൾക്ക് തരാൻ തളർന്നിരിക്കുന്ന തങ്ങൾക്ക് ദാഹമകറ്റാൻ അത് കൊണ്ടുതരുമ്പോ തങ്ങളുടെ അടുക്കലേക്ക് ഖദീജ എത്തിയാൽ
ഫഖറ അലൈഹിസ്സലാം മിൻ റബ്ബിഹാ. നബിയെ തങ്ങളുടെ റബ്ബിന്റെ ഒരു സലാം അവരോട് പറയണേ. അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരട്ടെ അല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഖദീജയ്ക്ക് സലാം പറഞ്ഞേക്കുകയാണ്. നബിയെ ഖദീജ തങ്ങളുടെ അടുത്തെത്തിയാൽ ഫഖറ അലൈഹിസ്സലാം അവരോട് നിങ്ങളൊന്ന് സലാം പറയണം. മിൻ റബ്ബിഹാ, റബ്ബിന്റെ സലാം ഒന്ന് പറയണേ. വ മിന്നി, എന്റെ സലാമും പറയണേ എന്ന് മുഖറബുൽ അബ്ലാഖ് മലക്കു ജിബ്രീൽ അല്ലാഹ് സലാം പറഞ്ഞയച്ചിരിക്കുന്നു. അത് പറയണം. എന്റെ സലാമും തങ്ങളൊന്ന് പറയണം. എന്നിട്ട് വബശ്ശിർഹാ, അവരോട് തങ്ങൾ പറയണം ബി ബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്. വെള്ള മാണിക്യക്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു രാജകീയമായ കൊട്ടാരം അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ എന്ന് പറയണം. നബിയെ തങ്ങൾ പറയണം അവരോട്. എന്ത്? വെള്ള മാണിക്യക്കല്ല് കൊണ്ട് ഒരു കൊട്ടാരം സ്വർഗത്തിൽ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം നബിയെ. അവർക്ക് വേണ്ടി അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു നല്ല കൊട്ടാരം, രാജകൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നു എന്ന വിവരം പറയണം. സ്വർഗം നിങ്ങൾക്ക് നിർബന്ധമാണെന്ന കാര്യവും പറയണം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിനാ ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞയച്ചത്? സലാം പറഞ്ഞു, സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചു. ഇതൊക്കെ പറയാൻ പറഞ്ഞത് ഭർത്താവിനോടുള്ള കടപ്പാട് ഭംഗിയായി നിർവഹിച്ചത് കൊണ്ടാണ്. അള്ളാഹു നമുക്കൊക്കെ അത് നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭർത്താക്കന്മാര് മലയിലൊന്നും പോയി കുത്തിരിക്കൊന്നുമില്ല, പൊരേ തന്നെ ഉണ്ടാവും. മലയിലൊന്നും പോയി കുത്തിരിക്കും, പിന്നെ എവിടെ ഉണ്ടാവും? പൊരേ തന്നെ ഉണ്ടാവും. അവരൊന്ന് പരിഗണിച്ചാൽ മതി. അവർക്ക് വേണ്ട പരിഗണനകൾ കൊടുക്കുക. അതാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഹുസൈൻ ഇബ്നു മഹ്സൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അമ്മായി വരികയാണ്. മുത്തുനബിയോട് ചോദിക്കാണ്, നബിയെ സ്വർഗം പോകണം. പൊന്നാര നബി പറഞ്ഞു, സ്വർഗോ? നിനക്ക് ഭർത്താവില്ലേന്ന് ചോദിച്ചു. ആ ഉണ്ട്. എന്നിട്ടെന്താ എന്റെ അടുത്ത് സ്വർഗം തേടി വന്ന് ഓനോട് തരാൻ പറ. അപ്പൊ പെണ്ണിന്റെ സ്വർഗം കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതെങ്ങനെയാ സ്വർഗം കിട്ടല്? അത് അവന് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ട് പാകപ്പെടുത്തിയെടുത്ത് 3.5 കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ കാൽപാദങ്ങൾ പൊള്ളിവിണ്ട് വൃണമായി കടന്നു വരുന്ന ഫാത്തിഹ ഖദീജയുടെ വരവ് കാണുമ്പോ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന് അതിൽ വല്ലാത്ത സന്തോഷമാണ്. ആ അല്ലാഹുവാണ് ഭക്ഷണവുമായിട്ട് വരുന്ന ഖദീജയുടെ വിവരം ജിബ്രീൽ മുഖേന റസൂലുള്ളാഹിനെ അറിയിച്ചുകൊണ്ട് പറയുന്ന, നബിയേ ഖദീജ ഇപ്പോൾ വരും നബിയേ, കയ്യിൽ പാത്രമുണ്ട് നബിയേ, അതിൽ ഭക്ഷണമുണ്ട് നബിയേ. ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ പോലുമുള്ള സംവിധാനം അന്നില്ല. ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു 1/4 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ എന്ത് വേണം? പറയേ. ഓട്ടോ വേണം. ഓട്ടോ എന്ന് പറയുന്നത് നിർഭയമായ യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനമാണോ പെങ്ങളെ? ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഒരു പെണ്ണിന് നിർഭയമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനമാണോ? ഈ സദസ്സിൽ ഓട്ടോ ഡ്രൈവർമാരുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഓടണ്ട. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഓട്ടോറിക്ഷയുടെ ഉള്ളെന്തിനാ നിങ്ങൾ എത്ര മനോഹരമായി അലങ്കരിച്ചത്? ചിരിക്കണേ പിണങ്ങരുത് എന്ന സന്ദേശം എഴുതി വെച്ചത്. അതൊന്നും എന്തിനു വേണ്ടിയല്ല, ആഖിറത്തിൽ നിനക്ക് കൂലി കിട്ടാനുള്ള ലിഖിതങ്ങളല്ല, അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളല്ല. ആ ഓട്ടോറിക്ഷ പല പെണ്ണുങ്ങളുടെയും ജീവിതത്തെ തകർക്കുന്നില്ലേ? രക്ഷപ്പെടുത്തട്ടെ. ഓട്ടോറിക്ഷയല്ല എന്റെ വിഷയം. ഒരു അല്പം നടക്കാനുള്ള സ്ഥലത്തേക്ക് പോലും പേഴ്സിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഓട്ടോ കൂട്ടുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾ വയല് കഴിഞ്ഞു പോകുമ്പോ നടക്കണമെന്നല്ല പറയുന്നത്, നിങ്ങൾ ഓട്ടോയിൽ തന്നെ പോയിക്കോ, എനിക്ക് പ്രശ്നമല്ല. നമ്മൾ ഓർക്കേണ്ടത്, എനിക്ക് നാളെ സ്വർഗത്തിന്റെ കവാടം തുറന്നു ആ സ്വർഗത്തിലേക്ക് എന്റെ കാലൂന്നാൻ അവസരം തരാൻ അല്ലാഹു തആല അധികാരം കൊടുത്ത എന്റെ സ്വർഗത്തിന്റെ നേതാവാകുന്ന ഫാത്തിമത്തുസ് സുഹ്റാ റളിയല്ലാഹു അൻഹ
നൊന്തുപറ്റ ഉമ്മ തന്റെ ഭർത്താവിന് 3.5 കിലോമീറ്ററുകളോളം യാത്രാ സൗകര്യങ്ങളില്ലാത്ത, റോഡ് സംവിധാനങ്ങളില്ലാത്ത, ഏറെ പ്രയാസകരമായ ഒരു മരത്തിന്റെ തണൽ വിരിച്ച റോഡല്ലാത്ത, വഴിയോരമല്ലാത്ത, ചുട്ടുപൊല്ലുന്ന മരുഭൂമിയിൽ വെയിലിന്റെ ചൂടിന്റെ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് പതച്ചുരുകി കിടക്കുന്ന പാറക്കഷ്ണങ്ങളും അതുപോലെ മണൽത്തരികളും താണ്ടിക്കടന്നുകൊണ്ട് ഏതാണ്ട് വലിയ ഉയരത്തിൽ നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ യാതൊരു നിരക്കുള്ള കടന്നു കയറാറുള്ള സംവിധാനങ്ങളോ സ്റ്റെപ്പുകളുടെ നിർമ്മാണങ്ങളോ ഇല്ലാത്ത ആ മലയുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂലാകുന്ന ഭർത്താവിനെ വിശക്കരുത്, ദാഹിക്കരുത്, ക്ഷീണം വരരുത് എന്ന് കരുതി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ദിവസത്തിന്റെ 2 ഭാഗങ്ങൾ തെരഞ്ഞെടുത്തപ്പോ അല്ലാഹ് ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് പറയുന്നു, ജിബ്രീൽ, സ്വർഗത്തിൽ ഏത് പെണ്ണ് കടന്നു വന്നാലും ആ സ്വർഗത്തിൽ 1000 ശതക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരിമാര് കടന്നു വരുമ്പോ ആ വരുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലെ 1ാമത്തെ സീറ്റ് ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന എന്റെ ഖദീജക്കാണെന്ന് അല്ലാഹു തആല പറയുമ്പോ അഫ്ദലുൽ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സീറ്റുകൾ, സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സീറ്റിന്റെ ഉടമസ്ഥയാണ് ഖദീജ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തുകൊണ്ട് ആ സീറ്റ് അലങ്കരിച്ചു എന്നറിയുമോ? സ്വന്തം ഭർത്താവിനോട് കാണിക്കേണ്ട കടപ്പാടുകളോ യാതൊരു വിഗ്രഹവും കൂടാതെ ഭംഗിയായി നിർവഹിച്ചപ്പോ അല്ലാഹു തആല ഖദീജയ്ക്ക് മാറ്റിവെച്ചു സ്വർഗത്തിലെ 1ാം സീറ്റ്. ആ മഹദിയാണ് സ്വർഗത്തിലെ 1ാം സ്ഥാനക്കാരി. അല്ലാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ ഭാഗ്യം തരട്ടെ. ജിബ്രീലിനെ അയച്ചുകൊണ്ട് പറയുന്നു, ജിബ്രീലേ, നിങ്ങൾ ചെല്ലണം എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ അടുത്തേക്ക്, എന്നിട്ട് പറയണം, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ, ഹാദി ഖദീജ, അതാ ഖദീജ തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം പാകപ്പെടുത്തിയെടുത്ത പാത്രവുമായിട്ട് പൊള്ളുന്ന വെയില് കൊണ്ട് പതച്ച മരുഭൂമിയുടെ പൊള്ളലേറ്റുകൊണ്ട് കടന്നു വരുന്നു നബിയെ. കഥ അതത്തൊക്കെ നബിയെ, തങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അതിന് കൂട്ടാനുള്ള കറി, അതിന് കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്തുകൊണ്ട് നബിയെ, തങ്ങളെക്കാൾ പ്രായം കൊണ്ട് തളർന്നു പോയ ഒരു പെണ്ണ് തങ്ങളെ തേടി വരികയാണ് നബിയെ. ആ കാഴ്ച അല്ല കണ്ടുകൊണ്ട് പറയുന്നു, നബിയെ, അവർക്ക് നിങ്ങൾ റബ്ബിന്റെ സലാമൊന്ന് പറയണം, എന്റെ സലാമും ഒന്ന് പറയണം. അത് മാത്രമല്ല, സ്വർഗത്തിൽ അവർക്ക് വേണ്ടി അല്ലാഹു തആല ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയണം. ലാ സഹബ ഫീഹി വലാ നസബ്, അവിടെ ഇതുപോലെ വെയിൽ കൊള്ളേണ്ടതില്ല, അവിടെ ഇതുപോലെ കാല് പൊള്ളേണ്ടതില്ല, അവിടെ ഇതുപോലെ തളരേണ്ടതില്ല, മുസിയേണ്ടതില്ല എന്നവരോട് പറയണേ നബിയെ എന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. അവിടെയാണ് ഖദീജ ബിവി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ നമ്മളിപ്പോ ഭർത്താവിന് വേണ്ടി സഹിച്ചത്? സഹിച്ചു. ഖദീജ ബിവി ഒരു കച്ചവടത്തിന് നബി പോയിരിക്കുകയാണെങ്കിൽ ലാഭം കിട്ടുമല്ലോ എന്നെങ്കിലും വിചാരിക്കാം. ഇത് കച്ചവടാണോ? ആണോ? ആ മലേന്റെ മുകളിൽ ഏർപ്പാട് കച്ചവട? നിങ്ങൾ വെറുതെ ഇവിടെ കുത്തിരിക്കുന്നില്ല, എന്നാ പിന്നെ കുറച്ച് മുട്ടായും അച്ചാറും അതും ഇതെല്ലാം വെച്ചൂടെ? നാളെ ആരെങ്കിലും വന്ന് വാങ്ങൂലേ? അതൊന്നുമില്ല, വെറും ഇബാദത്ത്, ഒന്നുമില്ല. ലാഭം കിട്ടുന്ന കേസല്ല ദുനിയാവിൽ, അതുകൊണ്ടൊരു ലാഭവുമില്ല. അവിടെ ഇരിക്കുകയാണ്. അവിടെയാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ഖദീജയ്ക്ക് എന്റെ അടുക്കൽ സ്ഥാനങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, അല്ലാഹു തആല സലാം പറഞ്ഞയച്ചു മഹദിക്ക് 2ാമത്തെ വഖൗനു വലദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഉഹും ഇല്ലാ ഇബ്രാഹീമ മിൻഹാ. ഖദീജയാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഏറ്റവും ഉന്നതയും മഹത്വമുള്ളവർ. എന്തുകൊണ്ട്? ഒന്ന്, അല്ലാഹു തആല സലാം പറഞ്ഞയച്ചത് കൊണ്ട്. രണ്ടാമത്തേതോ, അല്ലാഹുവിന്റെ റസൂലിന് ഇബ്രാഹിം എന്ന കുട്ടിയല്ലാത്ത മറ്റുള്ള എല്ലാ മക്കളും ജനിച്ചത് ഖദീജ ബീവിയിലാണ്. മക്കളെ പ്രസവിച്ചു കൊടുക്കുന്ന ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവും, അല്ലേ? ഉണ്ടാവും. നമുക്ക് ഒറ്റ ഭാര്യയും അതിന് മക്കളും ആയതുകൊണ്ടാണ് മറ്റേനെ പറ്റി തിരിയാത്തത്. ഒന്നും കൂടി കെട്ടി നോക്കണം, അതായത് മക്കൾ ഇല്ലാണ്ടിരിക്കണം. അപ്പോഴാണ് മക്കളുള്ളവരോട് സ്നേഹം കൂടുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹാജറാബിയോട് കുറച്ച് സ്നേഹം കൂടി എപ്പോ ഇസ്മായിൽ നബിയെ പെറ്റുകൊടുത്തപ്പോ. അപ്പൊ സാറാ ബീവിക്ക് ഒരു തോന്നല് കുറച്ച് കുറഞ്ഞു പോയോ.
അതിനല്ലേ അവർ തമ്മിൽ എപ്പോഴും തർക്കങ്ങളും ശണ്ടകളും വക്കാണങ്ങളും തുടങ്ങിയത്. ആര് തമ്മിൽ? സാറാ ബീവിയും ഹാജറ ബീവിയും തമ്മിൽ. അങ്ങനല്ലേ പെണ്ണുങ്ങളെ നിങ്ങളുടെ കാതുകുത്ത് സമ്പ്രദായം ലോകത്ത് വന്നത് അല്ലേ? അതാരുണ്ടാക്കിയതാണ്? അത് നീണ്ട കാലത്തെ ദാമ്പത്യത്തിൽ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന് മക്കളുണ്ടായില്ല എന്നൊരു കുറ്റബോധം സാറാ ബീവിക്ക്. ആ സമയത്ത് ഹാജറ ഗർഭിണിയാണ്. ഹാജറ പ്രസവിച്ചപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട വല്ലുപ്പയാകുന്ന ഇസ്മായിൽ നബിയെ പ്രസവിച്ചു. അന്ന് മുതൽ സാറയ്ക്കൊരു കുറ്റബോധം, എന്റെ ഭർത്താവിന്റെ സ്നേഹം അങ്ങോട്ടായി പോകുന്നുണ്ടോ? എപ്പോഴും ആ കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്നു, ഓമനിക്കുന്നു. എന്നെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ നേരം കിട്ടുന്നില്ല. ആ കുഞ്ഞിനോടുള്ള സ്നേഹം ഒരുപക്ഷെ ഉമ്മയോടുള്ള സ്നേഹമാകാം, അല്ലേ? അങ്ങനെയാകാം. അപ്പോ എന്നോട് സ്നേഹം കുറയുന്നുണ്ടോ എന്ന് സാറാ ബീവിക്ക് ഒരു അപകർഷതാബോധം. അപ്പൊ സാറാ ബീവി ഇബ്രാഹിം നബി ഉള്ള സമയത്ത് അത് പ്രകടിപ്പിക്കൂല. ഇബ്രാഹിം നബി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയാക്കും, എന്നോട് ഭയങ്കര സ്നേഹം കൂടുന്നുണ്ട് അല്ലേ? അങ്ങനെ അതിന്റെ ഇടയിൽ ചെറിയ ചക്കളത്തിപ്പോരുകൾ തുടങ്ങി. ചക്കളത്തിപ്പോര് എന്ന് പറഞ്ഞാല് രണ്ട് ഭാര്യമാരുള്ളതിന്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നം ഒരിക്കൽ ഇബ്രാഹിം നബി ഇല്ലാത്ത സമയത്ത് സാറാ ബീവിക്ക് പിണങ്ങി, രണ്ടാളും തമ്മിൽ പിണങ്ങിയിട്ട് ഹാജറ ബീവിനോട് പറഞ്ഞു, വല്ലാഹി നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി ഞാൻ മുറിച്ചെടുക്കും. അള്ളാണ് സത്യം, അധികം കളിക്കണ്ട എന്നോട്. അള്ളാണ് സത്യം എന്ന് പറഞ്ഞു സത്യം ചെയ്തപ്പോൾ പിന്നെ സത്യം ചെയ്താൽ സത്യം ചെയ്ത പോലെ നടപ്പിൽ വരുത്തണം, ഇല്ലെങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കണം. കുടുങ്ങിയില്ലേ? എന്താ സത്യം? നിന്റെ ശരീരത്തിൽ ഞാൻ ഒരു കഷ്ണം ഇറച്ചി മുറിച്ചെടുക്കുന്നു. ആരോട് പറഞ്ഞു? മനസ്സിലാകുന്നില്ല. ഹാജറ ബീവിനോട് പറഞ്ഞു. ഹാജറയ്ക്ക് ബേജാറൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ സാറാ ബീവിക്ക് ബേജാറായി. എന്താ സംഗതി? ഞാൻ സത്യം ചെയ്തു പോയല്ലോ, വല്ലാഹി പറഞ്ഞു പോയല്ലോ. അങ്ങനെ പറയാൻ പാടില്ല, ഒന്നിനും സത്യം ചെയ്യാൻ പാടില്ല. അതിന് ബേജാറായി ഇങ്ങനെ കുത്തിരിക്കുക. സത്യം ചെയ്ത് വലിയ തെറ്റാണല്ലോ, സത്യം ചെയ്യാൻ പാടില്ലല്ലോ. കാര്യത്തിനാണെങ്കിലും തമാശക്കാണെങ്കിലും സത്യം ചെയ്യാൻ പാടില്ലല്ലോ. സത്യം ചെയ്ത റബ്ബിനെ കൊണ്ട് സത്യം ചെയ്താൽ അതതുപോലെ തന്നെ നിർവഹിക്കണമല്ലോ. ഹാജറയുടെ ശരീരത്തിൽ നിന്ന് ജീവിതത്തിൽ എനിക്ക് ഇറച്ചി മുറിക്കാൻ കഴിയുമോ? അത് വെറുതെ ഉണ്ടായ ഒരു മോഹമല്ലേ? സങ്കടപ്പെട്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് മഹാനായിരിക്കുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നു കയറി. അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി വന്ന് കയറിയപ്പോ ഹാജറ ബീവിയുടെ മുഖം വല്ലാതെ വിവരണമായിരിക്കുന്നു. സാറാ ബീവി വിഷണ്ണയായിരിക്കുന്നു, ദുഃഖിച്ചിരിക്കുന്നു. ചോദിച്ചു, എന്താ കാര്യം? സാറാ ബീവി പറഞ്ഞു, എന്നോട് സങ്കടം, എന്നോട് വെറുപ്പ് തോന്നരുതേ, ഞാനൊരു അബദ്ധം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ കാരണം? ആ സമയത്ത് പറഞ്ഞു, ഞാൻ പ്രിയപ്പെട്ട ഹാജറയോട് അവളുടെ ശരീരത്തിൽ നിന്നൊരു മാംസകട്ടം മുറിച്ചെടുക്കുമെന്ന് സത്യം ചെയ്തു പോയി. അത് ചെയ്തില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയാകില്ല, അല്ലെങ്കിൽ ഞാൻ കഫാറത്ത് കൊടുക്കേണ്ടി വരില്ലേ? ഇബ്രാഹിം നബി മാതൃകായോഗ്യനായ ഭർത്താവാണ്. അതുകൊണ്ട് പറഞ്ഞു, സാറേ നീ ബേജാറാകണ്ട, അതിന് പണിയുണ്ട്. ഹാജറ ഇങ്ങോട്ട് വന്നു. ഒരു സൂചി എടുത്തിട്ട് ഹാജറാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സാറയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹാജറന്റെ കാതങ്ങ് കുത്തിക്കുന്ന. അങ്ങനെ കാത് തുളച്ചു. അപ്പൊ ഒരു ചെറിയ ഒരു അല്പം മാംസം ആ സൂചി പൊടിഞ്ഞു പോയി. മതി, സത്യം നിർവഹിച്ചു. ഹാജറ ബീവിക്ക് ഒരു വിഷമം, ചെവിക്കൊരു ഓട്ട. അപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിലൊരു കമ്പലം കിട്ടുകൊടുത്തു. അപ്പൊ ഹാജറ ബീവി പറഞ്ഞു, ഒരു കാതിൽ കമ്പലിട്ട് അടക്കുമ്പോൾ ഒരു സുഖം, അപ്പൊ രണ്ടാമത്തേലും കൂടി ഒന്ന് തുളച്ചാളാന്ന് പറഞ്ഞു. അതും തുളച്ചു. അങ്ങനെയാണ് കാതുകുത്ത് സമ്പ്രദായം വന്നത്. ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നത്. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ പണ്ടൊക്കെ നിറച്ചും തുളക്കലാണ്. ഇവിടുന്ന് അല്ലേ ഈ ചെവി മേലെയൊക്കെ തുളക്കും. ഇപ്പൊ അത് പോയി, ഈ തുണിച്ചെവി മാത്രമേ തുളക്കുന്നുള്ളൂ. ആ സംവിധാനം വന്നത് അവിടുന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ ഭർത്താവിന് മക്കളെ കൊടുക്കുന്ന ഭാര്യമാരോട് ഭർത്താവിന് സ്നേഹം വർദ്ധിക്കും. രണ്ടാമത്തെ കാരണം ഹാജറ ഖദീജ ബീവിയോട് റസൂലുള്ളാഹിക്ക് ഇഷ്ടം കൂടാനുള്ള കാരണം വകൗന വലദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഉഹും ഇല്ലാ ഇബ്രാഹിം മിൻഹാ. ഇബ്രാഹിം എന്ന കുട്ടിയല്ലാത്ത മറ്റെല്ലാ മക്കളും ജനിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയിൽ നിന്നാണ്.
وسبعة أولادهم قاسم زينب رقية فاطمة يا فاهم وأم كلثوم وعبد الله من خديجة الكبرى وترتيب الزكر أتاه إبراهيم من سرية وأمه مارية القبطية. ഇബ്രാഹിം എന്ന കുട്ടിയല്ലാത്ത എല്ലാ കുട്ടികളെയും പെറ്റുപോറ്റിയത് ഖദീജ ബീവിയാണ്. എന്നാൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഏഴാമത്തെ സന്തതി, ആ സന്തതി അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് മാരിയത്തുൽ ഖിബ്തിയ എന്ന വെള്ളാട്ടി പെണ്ണിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഖദീജ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്നേഹം കൂടാൻ കുറെ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം അല്ലാഹു തആല സലാം പറഞ്ഞയച്ചവരാണെന്ന കാരണം, രണ്ടാമത്തേത് എല്ലാ മക്കളെയും പെറ്റുകൊടുത്തു എന്ന കാരണം, മൂന്നാമത്തേത് പറയുന്നത് വതഖദീറു ഇസ്ലാമിഹ വതഖദീബു ഇസ്ലാമിഹ. മൂന്നാമത്തേത് വകൗലുഹു ലം യതസവ്വജ അലൈഹാ ഹത്താ മാതത് ഇക്റാമൻ ലഹാ. ആ ഖദീജ ബീവിയോടുള്ള ബഹുമാനാർത്ഥം തന്നേക്കാൾ പ്രായമുള്ളവരാണല്ലോ, അതുകൊണ്ട് അവരോട് റസൂലുള്ളാഹിക്ക് ഒരു ബഹുമാനം കൂടുതലുണ്ടായിരുന്നു. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുകയോ? അതെ, അങ്ങനെ തന്നെ. പ്രായം കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് ബഹുമാനിച്ചു. ആ ബഹുമാനം കാരണം ഖദീജ വഫാത്താകുന്നത് വരെ നബി മറ്റൊരു കല്യാണം കഴിച്ചില്ല. അതാണ് ഖദീജയുടെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? നാലാമത്തെ പ്രത്യേകത തഖദീബു ഇസ്ലാമിഹ, അവരാദ്യം തന്നെ ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ള പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പ്രത്യേകത കൗനുഹാ മിന സിദ്ദീഖാത്തി, അവരെ സത്യസന്ധരിൽപ്പെട്ട മഹദിയായിരുന്നു. വലഹാ മഖാമു സിദ്ഖിൻ ഫീ അവ്വലിൽ ബഅസ, അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു വന്ന ആദ്യത്തിൽ തന്നെ നബിയുടെ നുബുവത്ത് അംഗീകരിച്ച് സത്യമാക്കിയവരാണ് അവർ. ആ ഒരു പ്രത്യേകതയുണ്ട്. അഞ്ചാമത്തേത്, ഇങ്ങനെ 5 പ്രത്യേകതകളാണ് ഖദീജയെ മറ്റുള്ള ഭാര്യമാരെക്കാൾ മഹത്വമുള്ളവരാക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് പ്രത്യേകത. ആ പ്രത്യേകതകളിൽ 5 പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അല്ലാഹു തആല സലാം പറഞ്ഞു എന്ന പ്രത്യേകതയാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലുണ്ടായ മക്കൾ മുഴുവനും ഖദീജയിൽ ജനിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രത്യേകതയാണ്. ആ ജനിച്ച മക്കളിൽ മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വടിയെടുത്തുകൊണ്ട് നിലത്തിങ്ങനെ ഏതാണ്ട് ചില 4 വരകൾ വരഞ്ഞു. ഇനിയും പറയാം, 4 വരകൾ വരഞ്ഞു. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഖുതൂത്തിൻ, അല്ലാഹുവിന്റെ റസൂൽ 4 വരകൾ നിലത്തിങ്ങനെ വരഞ്ഞു. പൊന്നാര നബി ഇങ്ങനെ ചിലപ്പോൾ ചില വരകൾ ഇങ്ങനെ വരയ്ക്കും. ആ വര നമ്മൾ വരയ്ക്കുമ്പോൾ തമാശന്റെ വരല്ല, അതിലും ഇസ്ലാമിന് പഠിക്കാൻ ധാരാളം പാഠമുണ്ടാകും. ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ ഇരുന്നു കൊണ്ട് നബി ഒരു മണൽത്തിട്ടയിലിരിക്കുമ്പോ ആ മണൽപ്പരപ്പിൽ അല്ലാഹുവിന്റെ റസൂൽ 4 വരകൾ ഇങ്ങനെ വരഞ്ഞു. 4 വര വരഞ്ഞിട്ട് എന്നിട്ട് നബി ചോദിച്ചു, ഒരു വരയ്ക്ക് ഒരല്പം നീളം കൂടുതൽ കൊടുത്തു. എന്നിട്ട് നബി ചോദിച്ചു, അത്തദറൂന മാ ഹാദാ, സഹാബാക്കളെ ഈ വര കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? 4 വരകൾ ഞാൻ വരഞ്ഞിട്ടുണ്ടല്ലോ, ഈ 4 വര കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിയുമോ? സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം നബിയേ, തങ്ങൾക്കും അല്ലാഹുവിനുമല്ലാതെ അതിന്റെ പൊരുളറിയില്ലല്ലോ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ സഹാബാക്കളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് വന്ന സഹോദരിമാരിൽ ഈമാൻ കൊണ്ട് ഖൽബ് നിറഞ്ഞത് 4 പെണ്ണുങ്ങൾക്ക് മാത്രമാണ്. കമുല മിനർ റിജാലി കസീർ, ആണുങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഈമാൻ സമ്പൂർണമായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പെണ്ണുങ്ങളിൽ നിന്നോ വലം യക്മുൽ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് ഈമാൻ നിറയാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഗൈറ മറിയം ബിൻത് ഇമ്രാൻ, ഒന്ന് ഇമ്രാന്റെ മകളാകുന്ന മറിയം ബീവിക്കല്ലാതെ അവർക്ക് അല്ലാഹു തആല പൂർണ്ണമായ ഈമാൻ കൊടുത്തിട്ടുണ്ട്.
രണ്ടാമത്തേത് ആസിയ ഇംറത്തു ഫിർഔൻ, രണ്ടാമത്തേത് ഫിർഔന്റെ ഭാര്യയാകുന്ന ആസിയ ബീവിയാണ്. അവർക്കും അല്ലാഹു തആല സമ്പൂർണ്ണ ഈമാൻ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വഖൈറു നിസാഇഹാ, പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജയാണ്. നാലാമത്തെ ഈമാൻ നിറഞ്ഞവർ എന്റെ പൊന്നുമോള് ഫാത്തിമയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 4 പെണ്ണുങ്ങൾക്കാണ് ഈമാൻ പരിപൂർണമായി ലഭിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ 4 വര വരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അറിയുമോ സഹാബാക്കളെ ഞാൻ ഈ വരഞ്ഞിരിക്കുന്ന വരയുടെ പൊരുൾ എന്താണെന്ന്? സഹാബാക്കൾ പറഞ്ഞു, അറിയില്ല നബിയേ. എന്നാൽ അത് നബിയെ തങ്ങൾക്കും റബ്ബിനും മാത്രം അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പൊന്നാര നബി പറഞ്ഞു, ഇതുണ്ടല്ലോ, ഇന്ന അഫ്ളല നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വരുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് എന്റെ പൊന്നു ഭാര്യയാകുന്ന ഖദീജക്കാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നാം സ്ഥാനം ഖദീജക്കാണ്. ഈമാൻ കൊണ്ട് നിറഞ്ഞവർ 4 പെണ്ണുങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹരീമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട് 2 പെണ്ണുങ്ങളെ. അതിലൊന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന വല്ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. 2 വമറിയം ബിനത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. 2 പെണ്ണുങ്ങളെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി ഈമാൻ നിറഞ്ഞവർ. ഒന്ന് മറിയം ബീവിയും മറ്റൊന്ന് ആസിയ ബീവിയും. പൊന്നാര നബി പറഞ്ഞു, 4 പെണ്ണുങ്ങൾക്ക് ഈമാൻ നിറഞ്ഞിട്ടുണ്ട്. അതിൽ മൂന്നാമത്തവൾ എന്റെ പ്രിയപ്പെട്ട ഖദീജയാണ്. 4ാമത്തേത് ഖദീജയിൽ എനിക്ക് ജനിച്ച എന്റെ അവസാനത്തെ മോള് ഫാത്തിമയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് കുട്ടികളാണ് നബിക്ക് ആദ്യം ജനിച്ചത് എന്ന വിഷയത്തിൽ ഒരു തർക്കം, ഒരു ചർച്ച മഹാന്മാരായ അയിമ്മത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് ജനിച്ചത് അക്ബർ വലദിഹി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ 7 മക്കളിൽ ഏറ്റവും മൂത്ത മകൻ ഖാസിം എന്ന് പറയുന്ന കുട്ടിയാണ്. ഏത് കുട്ടിയാ മൂത്തത്? ഖാസിം. രണ്ടാമത്തേത് സുമ്മ സൈനബ്, പിന്നെ സൈനബ ബീവിയാണ്, ഫാത്തിമയുടെ ജ്യേഷ്ഠത്തി. മൂന്നാമത്തേത് അബ്ദുല്ല എന്ന് പറയുന്ന കുട്ടിയാണ്. ആകെ 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ്. അതിലൊന്ന് ഖാസിം, ഒന്ന് അബ്ദുല്ല. ഖദീജ ബീവി ജനിച്ച ആദ്യത്തെ കുട്ടി ഖാസിം എന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് പൊന്നാര നബിക്ക് ഒരു ഓമന പേരുണ്ട്, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ഖാസിം എന്നൊരു പേരുണ്ട്. എന്തുകൊണ്ട്? ഖാസിമിന്റെ വാപ്പ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അഥവാ ഓമന പേരിടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അബുൽ ഖാസിം എന്ന ഓമന പേരിടരുത്, അത് എന്റെ ഓമന പേരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ മൂത്ത മക്കളിലേക്ക് ചേർത്തിട്ട് വാപ്പാന, മൂത്ത മകൻ സ്വാലിഹാണെങ്കിൽ അബൂ സ്വാലിഹ് എന്ന് പറയും. ആരെ പറ്റി? വാപ്പാനെ പറ്റി. മൂത്ത കുട്ടിയിലേക്ക് ചേർത്തിട്ട് വാപ്പാന, ആ കുട്ടിയുടെ വാപ്പ എന്നർത്ഥം വരുന്ന പേരിടും. അതിന് കുഞ്ഞത്ത് എന്നാണ് പറയാം, ഓമന പേര്. മൂത്തത് ഫാത്തിമ എന്ന കുട്ടിയാണെങ്കിൽ അബൂ ഫാത്തിമ എന്ന് പേരിടും. മൂത്തത് സഹലയാണെങ്കിൽ അബൂ സഹല, സഹലയുടെ ഉപ്പ, അത് ഓമന പേരാണ്. മൂത്തത് ഹന്ന എന്ന് പറയുന്ന മോളാണെങ്കിൽ അബൂ ഹന്ന, അങ്ങനെ പേര്. റസൂലുള്ളാഹിക്ക് മൂത്തത് ഖാസിം എന്ന കുട്ടിയായപ്പോ പൊന്നാര നബിക്ക് ഓമന പേര് വന്നു, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാസിമിന്റെ ഉപ്പ എന്ന പേര് വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇനി ആരെങ്കിലും എന്റെ ഉമ്മത്തികളിൽ ഒരാൾ ഓമന പേരിടുന്നു എങ്കിൽ മൂത്ത മകന് ഖാസിം എന്ന പേരാണെങ്കിൽ തന്നെയും നിങ്ങൾ അബുൽ ഖാസിം എന്ന പേരിടരുത്, കാരണം അതെന്റെ സ്വന്തം ഓമന പേരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ ബീവിയില് 6 മക്കൾ ജനിച്ചതിൽ മൂത്ത കുട്ടി ഖാസിം എന്ന കുട്ടിയാണ്.
രണ്ടാമത്തെ സൈനബ് ബീവിയാണ്. മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ ഭാര്യയാകേണ്ടി വന്ന, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാകേണ്ടി വന്ന മഹദിയാണ് സൈനബ്. സുമ്മ അബ്ദുല്ലാഹ്, മൂന്നാമത്തെ അബ്ദുല്ലാഹ് എന്ന കുട്ടിയാണ്. നാലാമത്തേത് ഉമ്മു കുൽസൂം എന്ന കുട്ടിയാണ്. അഞ്ചാമത്തേത് ഫാത്തിമ എന്ന മോളാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അഫ്ദലു മഹദി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളുടെ നേതാവാകാൻ അല്ലാഹു തആല അധികാരം കൊടുത്ത ഫാത്തിമ ബിവിയാണ് അഞ്ചാമത്തേത്. ആറാമത്തേതും അവസാനത്തേതും റുഖിയ എന്ന് പറയുന്ന മകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിൽ കാസിം എന്ന് പറയുന്ന കുട്ടിയും അബ്ദുല്ല എന്ന് പറയുന്ന കുട്ടിയും നേരത്തെ മരണപ്പെട്ടു പോയി. രണ്ട് ആൺമക്കളും നേരത്തെ മരിച്ചുപോയി. കാസിം എന്ന കുട്ടി മുലകുടി പ്രായത്തിലാണ് മരണപ്പെട്ടു പോയത്. മുല കുടിക്കുന്ന സമയത്താണ് ആര് മരിച്ചത്? കാസിം എന്ന കുട്ടി മരണപ്പെട്ടു പോയത്. അത് പൊന്നാര നബിക്ക് വല്ലാത്ത സങ്കടമുണ്ടാക്കി. മുലകുടി പ്രായം കഴിയുന്നതിന് മുമ്പ് പൈതൽ മരിച്ചുപോയ സങ്കടം നബിയുടെ മനസ്സിനെ വല്ലാതെ ആലോചനപ്പെടുത്തി. അങ്ങനെ പ്രയാസപ്പെടുത്തിയപ്പോ അള്ളാന്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞു, സങ്കടപ്പെടേണ്ട നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജയുടെ ആ സ്ഥലത്തിൽ ഊറിക്കൂടിയ അമ്മിഞ്ഞ പാല് അത് കുടിക്കാൻ ഇനി എന്റെ പൊന്നുമോനില്ലല്ലോ എന്ന സങ്കടം തങ്ങൾക്കുണ്ടാകാം. എന്റെ മോനെ മുലപ്പാലിന്റെ പൂതി തീരുന്നതിന് മുമ്പ് മരിച്ചുപോയല്ലോ എന്ന സങ്കടമുണ്ടാകാം. നബിയെ, തങ്ങൾ സങ്കടപ്പെടണ്ട. എന്തെന്നറിയുമോ? ഇന്നലഹു മുർളിഅൻ ഫിൽ ജന്ന, ആ പൊന്നുമോന് മുല കൊടുക്കാൻ സ്വർഗത്തിൽ ഞാനൊരു തരുണി, ഒരു ഹൂറുൽഈനിൽപ്പെട്ട ഒരു പെണ്ണിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹു തആല പൊന്നാര നബിയോട് പറഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയെ, തങ്ങൾ സങ്കടപ്പെടണ്ട. മുല കുടിക്കുന്ന പ്രായത്തിൽ മരിച്ചുപോയ ഖാസിം എന്ന കുട്ടിക്ക് ഇന്നലഹു മുർളിഅൻ ഫിൽ ജന്ന യസ്തക്ബിലു റളാഹു. ഈ മുല കുടിക്കുന്ന പ്രായത്തിൽ കുട്ടി മരിച്ചാൽ ഭയങ്കര സങ്കടമാണ്. കാരണം ഈ ഉമ്മയുടെ മുലയിൽ പാലിങ്ങനെ നിറഞ്ഞിട്ട് അതിങ്ങനെ വിങ്ങി വേദനിക്കും. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആ സമയത്ത് പൈതങ്ങൾ മരിക്കുന്നത് മാതാപിതാക്കൾ ഖൈറാണ്. എന്തുകൊണ്ട്? ആ കുട്ടി നാളെ നിങ്ങളുടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുമാത്രല്ല, അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജ് നടത്തിയപ്പോ 7-ാം ആകാശത്തിൽ വലിയ ഒരു മനുഷ്യനെ കണ്ടു. ഭയങ്കര സൗന്ദര്യമുള്ള ഒരു നീണ്ട മനുഷ്യൻ. ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാദാ യാ ജിബ്രീൽ, ഇതാരാണ്? വല്ലാത്തൊരു ആകാര വൈശിഷ്ട്യമുള്ള മനുഷ്യൻ, ഭയങ്കര മുഞ്ചുള്ള മനുഷ്യൻ, ഭയങ്കര ഹൈറ്റുള്ള മനുഷ്യൻ. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലേ നബി അദ്ദേഹത്തെ? ഇല്ല, അത് അങ്ങയുടെ വല്ലുപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ഖലീലുള്ളയാണ് നബിയെ. ഇബ്രാഹിം നബിയാണ് തങ്ങളുടെ വല്ലാപ്പയാണ് നബിയെ. അള്ളാന്റെ റസൂല് പോയി സന്തോഷത്തോടെ കൈപിടിച്ചു സലാം പറഞ്ഞു. എന്നിട്ട് ജിബ്രീലിനോട് ചോദിച്ചു, ഒമൻ ഹൗലഹു, അദ്ദേഹത്തിന്റെ ചുറ്റിലും ഒരുപാട് മക്കളെ കാണുന്നല്ലോ ജിബ്രീൽ. ആരാണ് ജിബ്രീലെ ആ കുട്ടികൾ? ആരാണ് ആ മക്കളൊക്കെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹൗലായി അത്ഫാൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് കുഞ്ഞുനാളിൽ മരിച്ചു പോകുന്ന പൈതം മക്കളാണ്. ആ മക്കള് മരിക്കുമ്പോ അല്ലാഹു തആല അവരെ നിറഞ്ഞ കണ്ണോടെ വാപ്പ കൊണ്ടുപോയി കബറിൽ വെച്ച് മണ്ണ് മൂടി പിരിഞ്ഞു പോരുമ്പോ അല്ലാഹു തആല പറയും, ആ കുട്ടികളെ കബറിൽ കിടത്തേണ്ട മെല്ലെ ഇങ്ങ് എടുത്തോന്ന് പറയും. അങ്ങനെ ആ കുട്ടികളെ ശരീരമടക്കം മലക്ക് വന്ന് എടുത്തു കൊണ്ടുപോയിട്ട് റൂഹ് കൊടുത്തിട്ട് ആരെ ഏൽപ്പിക്കും? ഇബ്രാഹിം നബിയെ ഏൽപ്പിക്കും. ഇബ്രാഹിം നബി ഏൽപ്പിക്കണം എന്തിനാ? കുട്ടികളോട് ഏറ്റവും സ്നേഹമുള്ള നബിയാണ്. കാരണം കുട്ടികളില്ലാതെ വളരെ സങ്കടപ്പെട്ട് അവസാനം കുട്ടികളെ കിട്ടിയ സന്തോഷമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടൊരു ഉമ്മ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ഇബ്രാഹിം നബി ആ മക്കൾക്ക് കൊടുക്കും. അതുകൊണ്ട് ഉമ്മയില്ലാത്ത സങ്കടം ആ മക്കൾ അറിയാതെ, വാപ്പയില്ലാത്ത സങ്കടം ആ മക്കൾ അറിയാതെ ആ മക്കളെ ഇബ്രാഹിം നബി സംരക്ഷിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ ആ സംരക്ഷണം തുടരും. ഖിയാമത്ത് നാൾ അടുക്കുമ്പോ ആവുമ്പോ ആ കുട്ടികളുടെ മാതാപിതാക്കൾ മഹ്ശറയിലേക്ക് വരുമ്പോ ആ കുട്ടികളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കും ഇബ്രാഹിം നബി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവ പാനൂരിന് അങ്ങനെ പൈതം മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച
മക്കളുടെ ഉമ്മയോ വാപ്പയോ സംശയമുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ. ഇപ്പൊ നമ്മുടെ മക്കള് പാനൂര് പള്ളിപ്പറമ്പിൽ ഇല്ല. എവിടെയുള്ളത്? 7ാം ആകാശത്തിന്റെ മുകളിൽ ഇബ്രാഹിം നബിയുടെ സംരക്ഷണത്തിലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ? അങ്ങനെ മരിച്ചവരുണ്ടാകും, കുട്ടികൾ മരിച്ചവർ. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ മരിക്കുന്ന ഒരു ഭാഗ്യം. അതുകൊണ്ടാണല്ലോ കുട്ടികൾ മരിക്കുമ്പോ നമ്മൾ മരിച്ചു എന്ന് വിവരം ഉമ്മാന്റെ മടിയിൽ കിടക്കുകയാണ്. പനി ബാധിച്ചുകൊണ്ട് കുഞ്ഞു മടിയിൽ കിടക്കുന്നു. 2 വയസ്സുകാരൻ, മുലപ്പാല് കുടിക്കുന്ന പ്രായക്കാരൻ. പനിക്കടുപ്പമായി കൂടിക്കൂടി വന്നു. ഒരു നിലക്കും പനിക്കൊരു മാറ്റമില്ല. പനി വർദ്ധിക്കുകയാണ്, മൂർജിക്കുകയാണ്. ഉമ്മ സങ്കടത്തോടെ കണ്ണീർ നീറൊലിപ്പിച്ചുകൊണ്ട് മടിയിൽ ആ കുട്ടിയെ കിടത്തിയിട്ട് തനിക്ക് കഴിയുന്ന ഖുർആനിക വചനങ്ങളൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുകയാണ്. കുല്ലായാനാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന ആയത്ത് പനിക്ക് മന്ത്രിക്കാൻ ഏറ്റവും നല്ല ആയത്താണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആയത്ത് മന്ത്രിക്കുന്നു. പക്ഷേ മന്ത്രം കൊണ്ടൊന്നും പനി സുഖപ്പെടുന്നില്ല, പനി കൂടുകയല്ലാതെ കുറയുന്നില്ല. അങ്ങനെ 2 വയസ്സുകാരനാകുന്ന മോന് അല്ലെങ്കിൽ മോള് നമ്മുടെ മടിയിൽ കിടന്നുകൊണ്ട് നമ്മുടെ കരള് പറിച്ച പോലെ അങ്ങ് മരിച്ചുപോയി. കുഞ്ഞിന്റെ റൂഹ് പിരിഞ്ഞു എന്ന് കണ്ടാൽ ആദ്യമായിട്ട് ആ കുട്ടി മരിച്ച വിവരം പറയുന്ന വാപ്പയും ഉമ്മയും പറയേണ്ടത് എന്താ പറയണ്ടേ? അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വൈരങ്ങൾ മരിച്ച വിവരം കേൾക്കുമ്പോൾ വാപ്പയും ഉമ്മയും ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്. എന്തിനാ? പെൺകുട്ടിയായിരുന്നു മരിച്ചു കെട്ടി. ഇനി അറയനെ പറ്റിയും ഭർത്താവിനെ പറ്റിയൊന്നും പിയാപ്പിളിനെ പറ്റിയൊന്നും ആലോചിക്കണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അതല്ല, പിന്നെ അല്ലാഹു തആല ഒരു മലക്ക്, ആ റൂഹെടുക്കാൻ വന്ന മലക്കിന്റെ കൂടെ വേറൊരു കൂട്ടം മലക്കിനെ അയച്ചിട്ടുണ്ട്. ആ മലക്കിനെ അയച്ച എന്താ? റൂഹിങ് പിരിയുമ്പോ എന്താണ് മാതാപിതാക്കൾ പറയുന്നത് എന്ന് നോക്കാനാണ്. അത് മലക്കുകൾ കേട്ടു അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. പടച്ചോന്റെ അടുത്തേക്ക് അവരെത്തിയപ്പോൾ മലക്കുകളോട് അല്ലാഹു തആല ചോദിച്ചു, മലക്കുകളെ, മൈക്കിന് ചെറിയൊരു പ്രശ്നം, ഒന്നും കൂടി അതിന്റെ ക്ലാരിറ്റി കൂട്ടിയാൽ. മലക്കുകളെ, അടുത്ത് വരുമ്പോഴേ ശബ്ദം കിട്ടുന്നുള്ളൂ. മലക്കുകളെ, എന്റെ പ്രിയപ്പെട്ട അടിമയുടെ കരളിനെ നിങ്ങൾ പറിച്ചെടുത്തോ. മലക്കുകളെ, അതേ അല്ലാഹുവേ, എന്റെ അടിമയുടെ മകനെ പൈതലിന് നിങ്ങൾ പറിച്ചെടുത്തോ, റൂഹിനെ പിടിച്ചോ. മലക്കുകളെ, അതേ തമ്പുരാനെ, അവന്റെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പറിച്ചോ. മലക്കുകളെ, അതേ പടച്ചോനെ. ആ സമയത്ത് എന്റെ അടിമ കുഞ്ഞിന്റെ റൂഹ് പിരിഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞു? മലക്കുകളെ, ആ സമയത്ത് കേട്ട മലക്കുകൾ പറയും, ഹമിദക്ക, ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലി, സുമ്മസ്തർജഅ, പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി എന്ന് പറയുമ്പോ ആദ്യം ആ കുഞ്ഞിന്റെ റൂഹ് പിരിയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നാണോ ചൊല്ലിയത്? അതേ പടച്ചോനെ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകണം. എന്നിട്ടോ ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, ആ കുഞ്ഞു മരിച്ച മാതാപിതാക്കൾക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കണം. ആ കൊട്ടാരത്തിന് നിങ്ങൾ സമ്മൂ ബൈത്തുൽ ഹംദ്, നിങ്ങൾ അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണം എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പൈതം മക്കളെ മരിച്ച വിവരം അറിയുമ്പോൾ ആദ്യം നമ്മൾ ചൊല്ലേണ്ടത്, അത് ചൊല്ലിയാല് ബൈത്തുൽ ഹംദ് കിട്ടും. അൽഹംദുലില്ലാഹ്. എന്തിനാ അൽഹംദുലില്ലാഹ് ചൊല്ലുന്നത്? ഒന്ന്, സാധാരണ മയ്യത്ത് നമ്മൾ പള്ളിയിൽ വെച്ചാൽ അതിനുവേണ്ടി നിസ്കരിക്കുമ്പോ 3ാം തക്ബീറിന് ശേഷം ആ മയ്യത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ കുട്ടിയാണെങ്കിൽ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു ദുആയും കൂടിയുണ്ട് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്. എന്താ അത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്നുള്ള ദുആക്ക് ഉപരി അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലി അബവൈ. ഹറമിൽ നമ്മൾ എത്തുമ്പോ എന്താണ് അവിടുന്ന് പറയും? അസ്സലാത്തു അലൽ അംവാതി വൽ അത്ഫാൽ റഹിമകുമുല്ലാഹ്. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും അനേകം മയ്യത്തുകൾ ഉണ്ടാവും നിസ്കരിക്കാൻ ഇരു ഹറമുകളിലും. ആ നിസ്കാരത്തിന് ശേഷം മൈക്കിൽ അനൗൺസ് വരും, എന്താ? അസ്സലാത്തു അലൽ അംവാതി റഹിമകുമുല്ലാഹ് അല്ലെങ്കിൽ യർഹമുകുമുല്ലാഹ്.
ചിലപ്പോൾ അതിന്റെ കൂടെ അസ്സലാത്തു അലൽ അംവാത്തി വൽ അത്ഫാലി യർഹമുകുമുല്ലാഹ്. അവിടെ നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള നിസ്കാരം നടക്കാൻ പോവാണെന്നാണ്. അവിടെ കുട്ടികളുണ്ടെങ്കിൽ അവരെ വേറെ എടുത്ത് പറയും അസ്സലാത്തു അലൽ അംവാത്തി വൽ അത്ഫാൽ. കുറച്ച് കുട്ടികളുടെ നിസ്കാരം ഉണ്ട് എന്ന് പറയും. അതെന്തിനാ? എല്ലാവർക്കും ഒരു നിസ്കാരം തന്നെ പോരെ? പിന്നെന്തിനാ അങ്ങനെ പറയുന്നത്? കുട്ടികൾക്കൊരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലാറുണ്ട്. മരിച്ചത് പ്രായപൂർത്തിയുടെ മുമ്പിലുള്ള കുട്ടിയാണെങ്കിൽ ഒരു പ്രത്യേക പ്രാർത്ഥന മൂന്നാം തക്ബീറിന് ശേഷം. എന്താണത്? അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലിഅബവൈഹി വസലഫൻ വദുഖറൻ വഇദതൻ വഇതിബാറൻ വസഫീഅൻ ലഹുമാ വസഖിൽ ബിഹി മവാസീനഹുമാ വഅഫ്രിഖ് الصبر على قلوبهما. അല്ലാഹുമ്മ ജഅൽഹു, പടച്ചവനെ ഈ പൈതലിനെ നീ സ്വീകരിക്കണം. ഫറതൻ ലിഅബവൈഹി, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കക്കാരനായി സ്വീകരിക്കണം. നമ്മൾ പോകുമ്പോഴത്തേന് സ്വർഗം ഒരുക്കി വെക്കുന്ന മകനായി മകളായി സ്വീകരിക്കണം. വസലഫൻ, ഒരു മുൻവിരുന്നായി സ്വീകരിക്കണം. വദുഖറൻ, ഒരു നിക്ഷേപമായി സ്വീകരിക്കണം. വഇദതൻ, ജീവിതത്തിൽ ഒരു പാഠമായി നീ മാറ്റണം. വഇതിബാറൻ, ഒരു ചിന്ത, ഒരു ശകലമായിട്ട് ഈ കുട്ടിയെ നീ നിലനിർത്തണം. എനിക്കൊരു പൈതല് പോയിട്ടുണ്ടല്ലോ എന്ന ചിന്ത. എന്നിട്ടോ വഅഫ്രിഖ് الصبر على قلوبهما, ആ മാതാപിതാക്കളുടെ മനസ്സിൽ നീ ക്ഷമ കൊടുക്കണം. വസഖിൽ ബിഹി മവാസീനഹുമാ, ഈ കുട്ടി മരിച്ച കാരണത്താൽ അവരുടെ ദോഷത്തിന്റെ ഭാരം നീ കുറച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന കുട്ടികളുടെ മയ്യത്തിന് വേണ്ടി പ്രത്യേകം മൂന്നാം തക്ബീറിന്റെ മഗ്ഫിറത്തിന്റെ പ്രാർത്ഥനയോടനുബന്ധിച്ച് ചൊല്ലൽ സുന്നത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൽ നമ്മൾ പറയുന്നത്, ഈ കുഞ്ഞു മരിച്ച മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ നീ ഒരു മുന്നൊരുക്കക്കാരനാക്കണം. അവർ നാളെ മഹ്ശറ കഴിഞ്ഞ് വരുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിൽ അവരെ പിടിച്ച് സ്വർഗം കയറ്റി കൊടുക്കാൻ ആ മക്കള് കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെ മരിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അപ്പൊ ഒരു കുട്ടി മരിക്കാന്ന് പറയുന്നത് സന്തോഷമാണ്, എന്നാൽ സങ്കടമാണ്. സന്തോഷം ഈ നിലക്ക്, സങ്കടം മുല കുടിക്കുന്ന പൈതൽ മരിക്കുമ്പോ ആ കുട്ടിയുടെ കോമള മുഖം കണ്ട് പൂതി തീരാത്ത വാപ്പാന്റെ മനസ്സിന്റെ വേദന, ആ കുട്ടിക്ക് കുടിക്കാനുള്ള മുലപ്പാല് റബ്ബേ നീ എന്തിന് ഇത്ര കൂടുതൽ മുലയിൽ തന്നു എന്ന സങ്കടം ഉമ്മാക്ക്. കാരണം കുട്ടി മരിച്ചല്ലോ, അവൻ മരിക്കുന്നതിന് ഒരു കണക്ക് നിന്റെ അടുക്കലുണ്ടല്ലോ, അതുവരെയുള്ള മുലപ്പാല് മതിയായിരുന്നല്ലോ. ഇനി എങ്ങനെ എന്റെ മുലപ്പാല് ഞാൻ എന്ത് ചെയ്യുമെന്ന സങ്കടം. എന്താ ചെയ്യാ ആ സമയത്ത്? മുലപ്പാൽ എന്താ ചെയ്യാ? കുഞ്ഞനങ്ങ് മരിച്ചു, മുലയിൽ നിറച്ചും പാലുണ്ട്, എന്താ ചെയ്യാ? എന്താ ചെയ്യല്? സാധാരണ നമ്മൾ ആലോചിക്കില്ല അല്ലെ? നമുക്കങ്ങനെ മരിച്ചിട്ടില്ല. മരിച്ചോലെ എന്താ ചെയ്യാൻ നമ്മളോട്ട് അറിയുകയില്ല. എന്താ ചെയ്യാൻ നാളെ പറ, ഒരു എഴുത്ത് എഴുതിയിട്ട് അതെന്താ ചെയ്യല്? അപ്പൊ അതിന്റെ മസല പറഞ്ഞുതരാം. അല്ലാഹു തആല നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ റസൂലുള്ളാഹിന്റെ ഖാസിം എന്ന് പറയുന്ന ഖദീജയിൽ ആദ്യമായി ഉണ്ടായ സന്തതി മുല കുടിക്കുന്ന പ്രായത്തിലങ്ങ് മരിച്ചു പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് വല്ലാത്ത സങ്കടമായി. ഖദീജക്ക് അതിലുപരി സങ്കടമായി, എന്റെ മുലപ്പാല് കുടിക്കാൻ എന്റെ പൈതലില്ലല്ലോ. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ഇന്നലഹു മുർദിഉൻ ഫിൽ ജന്ന, നിങ്ങൾ സങ്കടപ്പെടണ്ട നബിയേ, ഖദീജ നിങ്ങൾ സങ്കടപ്പെടണ്ട. ആ കുട്ടിക്ക് മുല കൊടുക്കാൻ ഞാനൊരു പെണ്ണിനെ സ്വർഗത്തിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട് നബിയേ. യസ്തക്ബിറു റളാഹു, ആ പൈതലതിന്റെ മുലകുടി അവിടുന്ന് പൂർത്തീകരിച്ചു കൊള്ളുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല പറയുകയാണ്. ഈ പറഞ്ഞത് ഈ കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയ മുലകുടി പ്രായത്തിൽ മരിച്ചുപോയ ഖാസിം എന്ന കുട്ടിയാണെന്നാണ് പ്രബലാഭിപ്രായം. എന്നാൽ ചില ആളുകൾ പറയുന്നു അല്ലാതെ ഇബ്രാഹിം എന്ന് പറയുന്ന മാരിയ ബീവിയിൽ ജനിച്ച കുട്ടിയാണ്. പ്രബലാഭിപ്രായം ഖാസിം എന്ന കുട്ടിയാണെന്നാണ്. എന്നാൽ ഈ അഭിപ്രായം പറഞ്ഞവർ പറയുന്നു അല്ല, ഖാസിം എന്ന കുട്ടി വളർന്നു വലുതായി കുതിര സവാരിയെല്ലാം പഠിച്ച ശേഷമാണ് നുബുവത്തിന്റെ തൊട്ട് മുമ്പാണ് ആ കുട്ടി മരിച്ചുപോയത്. നുബുവത്ത് കിട്ടിയതിന് പിന്നെയാണ് ആ കുട്ടി മരണപ്പെട്ടത് എന്ന അഭിപ്രായമുണ്ട്. ഇത് രണ്ടും പറയുന്നത് അൽ ബിദായത്ത് വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. പ്രബലാഭിപ്രായം ഖാസിം എന്ന കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഖദീജ ബീവിയെ
ഇണയായി കിട്ടിയത് നബിയുടെ ജീവിതത്തിൽ വലിയ ഒരു താങ്ങും തണലുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഏറെ സഹായം കൊടുത്ത ഭാര്യയാണ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. പൊന്നാര നബി ഹിറാ ഗുഹയിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു വന്നു. ഖുർആനിന്റെ ആദ്യത്തെ വചനങ്ങൾ ഓതിക്കൊടുത്തു. അത് ഓതിക്കൊടുത്ത സമയത്ത് അള്ളാഹുവിന്റെ റസൂലാകെ ഭയപ്പെട്ടു പോയി, പേടിച്ചു പോയി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബി വാപ്പ മരിച്ച, ഉമ്മ മരിച്ച സങ്കടം പോലെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു. ഒരു മൂമിനായ മനുഷ്യൻ അങ്ങനെയാണോ? വേദന തിന്നുകൊണ്ട് തന്നെ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലേ? ജനിച്ച വീണ ഉടനെ പൊക്കിൽ കൊടി മുറിച്ച വേദന, കുറച്ചു കഴിഞ്ഞപ്പോ പല്ല് മുളക്കുന്ന വേദന, അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോ മാർക്ക കല്യാണം കഴിച്ച വേദന, അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോ സഹോദരിമാരെ മെൻസസിന്റെ സമയത്തുണ്ടാകുന്ന വേദന, അത് കഴിഞ്ഞപ്പോൾ പ്രസവ സമയത്തുള്ള വേദന, അത് കഴിഞ്ഞപ്പോ പെണ്ണുങ്ങൾക്ക് കാതുകുത്തുന്ന വേദന, പിന്നെ പല്ല് പറഞ്ഞു മാറി വരുന്ന വേദന. ഇങ്ങനെ മനുഷ്യൻ ഒരു വേദനയ്ക്ക് പുറകെ മറ്റൊരു വേദനയായി വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്ന തീരുമാനമാണ് റബ്ബിന്റെ. എല്ലാ വേദനകളും അവസാനിക്കുമ്പോ അവസാനം നമ്മുടെ അണ്ണാക്കിലെ അണൽപ്പല്ല്, എന്താ പറയാ, ഏറ്റവും ലാസ്റ്റ് വരുന്ന പല്ലിന് അണപ്പല്ല് മോണ കീറി പുറത്തു വരുന്ന വേദന. അല്ലാഹു നമുക്കതൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെ ദുനിയാവിൽ ഒരുപാട് വേദനകൾ നമ്മൾ സഹിപ്പിച്ചു നമ്മളെ കൊണ്ട്. അവസാനത്തെ ഒരു വേദന, അത് മരണത്തിന്റെ വേദനയാണ്. ആ വേദനയോടുകൂടി വേദനയുടെ ലോകം തീർന്നു. പിന്നെ നമ്മൾ പോകുന്ന വേദനയില്ലാത്ത ലോകത്തിലേക്കാണ്. ആ വേദനകൾ ചിലതൊക്കെ ശാരീരികമാണ്, ചിലതൊക്കെ മാനസികമാണ്. മാനസികമായ വേദനയായിരുന്നു നമ്മുടെ ഉമ്മാന്റെ മരണവേദന. ഉമ്മ മരിച്ചു എന്ന വിവരം നമ്മുടെ മനസ്സിനെയാണ് വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞത്. വാപ്പ മരിക്കുന്നു എന്നുള്ള നമ്മുടെ മനസ്സിനെയാണ് വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു എന്ന വാർത്ത നമ്മുടെ മനസ്സിനെയാണ് വേദനിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ ഈ നിലക്കുള്ള വേദനകൾ അല്ലാഹുവിന്റെ റസൂലിന് ഏറെ ഉണ്ടായിട്ടുണ്ട്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ദാഖ മിറാറത്തൻ ഫഖദൽ അബ്നാഅ കമാ ദാഖ മിൻ ഖബ്ലു മിറാറത്തൻ ഫഖദൽ അബ്വൈ. മാതാപിതാക്കളുടെ മരണവേദന നബിയെ സങ്കടപ്പെടുത്തിയതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളുടെ മരണവേദനയും നബിയെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും വാപ്പയും മരിച്ച വേദനക്കപ്പുറം മക്കളുടെ മരണവേദനയും നബിയെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ 40 വയസ്സ് വരെ ഹിറയിൽ ഏകാന്തനായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. ഹിറാ ഗുഹയിൽ നബി ഇരുന്നു കൊണ്ട് ഖദീജയുടെ കൂടെയുള്ള ജീവിതത്തിൽ ഹിറാ ഗുഹയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുകയാണ്. വയസ്തഗ്രിബു ലയാലി അദീദത്തിൻ നതായിദ അംദറസാദ ഇലാ ബൈതിഹി ഫതസബ്ബത ലയാലി അൻഖറ. അല്ലാഹുവിന്റെ റസൂല ഹിറയിൽ കഴിയുന്ന സമയത്ത് പലപ്പോഴും ഭക്ഷണം തീർന്നു പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം വീണ്ടും കിട്ടാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഫറജാ ബിഹാ റസൂലുള്ളാഹി യർജുഫു ഫുആദഹു ഫദഖല അലാ ഖദീജ ബിൻത് ഖുവൈലിദ് ഫഖാല സമ്മിലൂനി സമ്മിലൂനി. ആ ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് ഓതിക്കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. എന്തിനാ നബി പേടിച്ചത്? എന്തിനാ ഭയപ്പെട്ടത്? ജിബ്രീൽ വന്ന് ജിബ്രീലിനെ കണ്ടത് കൊണ്ടുള്ള പേടിയാണോ? അതല്ല. പിന്നെ എന്തിനാ ഭയപ്പെട്ടത്? പേടിച്ചത് മറ്റൊന്നുമല്ല, അല്ലാഹു തആല പരിശുദ്ധ ദീനിന്റെ
പൂർത്തീകരണം എന്ന് പറയുന്ന ദൗത്യമാണ് നബിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി നബിക്ക് ശേഷം മറ്റൊരു നബി വരാനില്ല. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ നബിമാരും ദഅവത്ത് നടത്തിയ പരിശുദ്ധമായ ദീനിനെ പൂർണ്ണമാക്കാനുള്ള ഉത്തരവാദിത്വം നബിയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ ദുനിയാവിൽ നബിയായിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഈസാ നബി അലൈഹിസ്സലാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തിയിട്ട് 700 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആര് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 700 കൊല്ലം ഇവിടെ ഒരു നബി ഉണ്ടായിരുന്നില്ല. നീണ്ട 700 കൊല്ലമായി ദുനിയാവിൽ ഒരൊറ്റ നബിയുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്ത മറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആർക്കും ഓർമ്മയില്ല, പടച്ചോനെ കുറിച്ച് ഓർമ്മയില്ല. അതുകൊണ്ടാണല്ലോ സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറയുന്നു, നബിയെ എന്തിനാണ് ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്നതിന്റെ ലക്ഷ്യം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഹും ഫഹും ഗാഫിലൂൻ. നബിയെ യാസീൻ, ഓ യാസീൻ നബിയെ. യാസീൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നതിന്റെ ഒരു ഷോർട്ട് രൂപമാണ്, ചുരുക്ക രൂപം. യാസീൻ എന്നതിന്റെ മാന എന്താ? എന്താ യാസീന്റെ മാന? അറിയില്ല. യാസീൻ എന്ന് പറഞ്ഞാൽ യാ സയ്യിദൽ ഇൻസാൻ. എന്താ അതിന്റെ മാന? യാ സയ്യിദൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഓ മനുഷ്യരുടെ നേതാവേ വിളിയാ. ആരെയാ വിളിക്കുന്നത്? അപ്പൊ യാസീൻ എന്നതിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? യാ, മനസ്സിലാകണില്ലേ? യാസീൻ എന്നൊരു ചുരുക്കപ്പേരാണ് STD എന്നൊക്കെ പറയുമ്പോൾ. യാസീൻ, യാസീൻ എന്നതിന്റെ പൂർണ്ണ രൂപം യാ സയ്യിദൽ ഇൻസാൻ, മനുഷ്യരുടെ നേതാവേ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നു യാസീൻ, ഓ മനുഷ്യരുടെ നേതാവേ. വൽ ഖുർആനിൽ ഹകീം, പ്രബലമായ ഖുർആൻ തന്നെയാണ് സത്യം നബിയെ. ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങളെ മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ സ്ഥിരീകരണം വരുത്തിയിട്ട് പിന്നെ അല്ലാഹ് പറയുന്നത്, തങ്ങളെ ഞാൻ ഒരു സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിനാണ് പറഞ്ഞയക്കുന്നത്? ആരിലേക്കാണ് പറഞ്ഞയക്കുന്നത്? 2 കാര്യങ്ങളാണ് ഒരു പ്രബോധകൻ ആദ്യമായിട്ട് അറിയേണ്ടത്. ഒന്ന്, ഞാൻ പ്രബോധനം ചെയ്യാൻ പോകുന്ന ജനങ്ങളുടെ മാനസികമായ അവസ്ഥ എന്താണെന്ന് പഠിക്കണം. ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട്, പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരോട് ചെയ്യുന്ന പ്രസംഗം ചെയ്യാൻ പാടില്ല. ഒരു മണ്ണാങ്കട്ടി പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടൻ കുത്തിരിക്കും പോലെ കുത്തിരിക്കും. ഓനോട് പോയിട്ട് ഖുർആൻ ഓതി മാന പറഞ്ഞിട്ട് ഓനിക്കും തിരിയൂല, പറയുന്നവർക്കും മനസ്സിലാവൂല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആരോടാണോ പ്രസംഗിക്കാൻ പോകുന്നത് അവരാരാണെന്നൊന്ന് പഠിക്കണം. അത് ഖുർആൻ പഠിപ്പിക്കുന്നു. ലിതുൻദിറ, തങ്ങളെ ഞാൻ പറഞ്ഞു വിടുന്നത് ബോധം നൽകാനാണ്. ആർക്ക്? ഖൗമൻ, ഒരു ജനതക്ക്. ആ ജനതക്ക് ബോധമില്ലേ? അല്ലാഹു തആല പറയുന്നു, മാ ഉൻദിറ ആബാഉഹും, അവർക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നല്ല നമുക്ക് പിന്നെ തീരുമാനിക്കാം. അവരെ വാപ്പാർക്കൊന്നും ഒരു ബോധവും ഇല്ലായിരുന്നു. വാപ്പാക്ക് ബോധമില്ലെങ്കിൽ പിന്നെ മക്കൾക്കും. ഖുർആന്റെ ശൈലി നോക്ക് നിങ്ങൾ. ലിതുൻദിറ, നബിയെ ഞാൻ നിങ്ങളെ റസൂലായിട്ട് പറഞ്ഞയക്കുന്നത് ഒരു ജനതക്ക് ബോധം കൊടുക്കാനാണ്. പരലോകത്തെ കുറിച്ചുള്ള ബോധം, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം എന്താണ്? അവർക്ക് അങ്ങനത്തെ ബോധം ഇല്ലേ? എന്റെ മുമ്പ് 1.25 ലക്ഷത്തോളം നബിമാര് വന്നിട്ടുണ്ടല്ലോ, അവരാ ബോധം കൊടുത്തിട്ടില്ലേ? അപ്പൊ അല്ലാഹ് പറയുന്നു, അവർക്ക് ബോധമില്ലാതെ മനസ്സിലാക്കാൻ അവരെ വാപ്പാക്ക് ബോധമുണ്ടോ നോക്കിയാൽ മതി. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, പിതാക്കൾക്ക് ബോധമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കാനാണ് തങ്ങൾ പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യം വാപ്പയാണ് ബോധമുള്ളവനാകേണ്ടത്. ആ മക്കൾ ആ ബോധത്തിലൂടെ മുന്നോട്ട് വരും. അതുകൊണ്ട് പിതാക്കൾക്ക് ബോധമില്ലായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഉയർന്നു പോയിട്ട് 700 കൊല്ലം ഒരു നബിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇലാഹിയായ ബോധം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു.
ഒരു ബോധവുമില്ലാതെ കൊണ്ടാണ് അവര് മദ്യപാനികളായത്, അതുകൊണ്ടാണ് അവര് വ്യഭിചാരികളായത്, അതുകൊണ്ടാണ് അവര് കൊലപാതകികളായത്. ഇതൊന്നും ഈസാ നബി പറഞ്ഞു വെച്ച കാര്യങ്ങളല്ല. അതൊന്നും ചെയ്യരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവര് വിഗ്രഹത്തിന്റെ മുമ്പിൽ ആരാധിക്കുന്നത് ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് 700 കൊല്ലമായി എന്റെ മുമ്പുള്ള ഒരു നബി, ആ നബിയെയും ആ നബിയുടെ മതസംഹിതകളെയും മറന്നുപോയ ഒരു സമൂഹത്തിന്റെ സന്താനങ്ങളെ ബോധവൽക്കരിക്കാനാണ് അല്ലാഹ് എന്നെ പറഞ്ഞയക്കുന്നത്. അത് തന്നെ 23 കൊല്ലം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. ആ 23 കൊല്ലം കൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ആ സന്ദേശം എത്തിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഒരു നാട് മാത്രം നന്നാക്കിയാൽ പോരാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഇറാഖ് എന്ന് പറയുന്ന നാട് നന്നാക്കിയാൽ പോരാ. ലോകം മുഴുവനും ഞാൻ എന്റെ വിവരങ്ങൾ എത്തിക്കണം. അതിന് നൂഹ് നബിക്ക് കൊടുത്ത പോലെ 950 കൊല്ലമൊന്നും എനിക്കില്ല. എനിക്കാകെയുള്ളത് 23 കൊല്ലം മാത്രമാണ്. എന്നാൽ എന്നെ സഹായിക്കാൻ മൂസാ നബിക്ക് സഹായത്തിന് ഹാറൂൻ നബി ഉള്ളതുപോലെ എന്റെ കൂടെ മറ്റൊരു നബിയില്ല, ഞാൻ ഒറ്റയ്ക്കേയുള്ളൂ. ഇതൊക്കെ നബിയുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഏതൊക്കെ 23 കൊല്ലം കൊണ്ട് 700 കൊല്ലമായി ജനങ്ങൾ കേൾക്കാത്ത ഒരു സന്ദേശം അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. അത് മക്കത്ത് മാത്രം പോരെ, ലോകത്തൊട്ടാകെ അതെത്തിക്കണം. അത് മനുഷ്യരിൽ മാത്രം പോരെ, ജിന്നുകളിൽ എത്തിക്കണം. എനിക്കാണെങ്കിലോ 23 കൊല്ലേ സമയമുള്ളൂ. അതെന്നെ സഹായിക്കാൻ ഒരു ഹാറൂൻ നബി ഇല്ല. ഈ വിഷമൊക്കെ നബിയുടെ മനസ്സിന് കൂടുതൽ സങ്കടം വന്നപ്പോ നബിക്ക് പനിക്കാൻ തുടങ്ങി. മനസ്സിന് ടെൻഷൻ കൂടുമ്പോ ശരീരത്തിന് ക്ഷീണം വരും. അങ്ങനെ പനി വന്നപ്പോ ഓടിച്ചെല്ലുന്നത് എല്ലാ ദിവസവും 2 നേരം ഭക്ഷണം കൊണ്ടുതരുന്ന ഖദീജ ബിയുടെ അടുക്കലേക്കാണ്. അങ്ങോട്ട് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ഖദീജ ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജുഫു ഫുആദഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു, സങ്കടം കൂടി, പേടി കൂടി. അങ്ങനെ ഫദഖല അലാ ഖദീജ, ഖദീജ ബിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഹുവൈലിദിന്റെ മകളുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി ഖദീജ, എനിക്ക് വല്ലാതെ വിറയുന്നു, തണുക്കുന്നു, പനി വരുന്നു, എന്നെ ഒരു കമ്പിളി കൊണ്ടൊന്ന് പുറപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന് കിടക്കാനുള്ള കിടപ്പറ ഒരുക്കി കൊടുത്തു. അവിടെ കിടന്നു, നല്ല ഒരു കമ്പിളി കൊണ്ട് മൂടിക്കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ തലക്ക് ഭാഗത്ത് വന്നിരുന്നിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ ശരഭാഗപ്പെട്ട നെറ്റിത്തടത്തിലേക്ക് നഗ്നമായ കൈപ്പത്തി കരുതലമങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. നബിയെ, തങ്ങൾ സങ്കടപ്പെടണ്ട. ഏത് വിപൽഘട്ടത്തിലും ആപൽഘട്ടത്തിലും തങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. തങ്ങൾ അല്ലാഹുവിന്റെ നബിയല്ലയോ, അതുകൊണ്ട് തങ്ങളെ അല്ലാഹ് കഷ്ടപ്പെടുത്തൂല നബിയേ. തങ്ങളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും നബിയെ. അതുകൊണ്ട് തങ്ങൾ ഒരിക്കലും സങ്കടപ്പെടണ്ട. തങ്ങളെ അതിഥികളെ സൽക്കരിക്കുന്ന സ്വഭാവക്കാരനാണ്. തങ്ങളെ ജോലിയില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്ന ആളാണ്. കുടുംബ ബന്ധം മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ആളാണ്. പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം തീർക്കുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാന്റെ സഹായം തങ്ങൾക്കുണ്ടാകും. എന്റെ കൂട്ടുജീവിതവും തങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് തങ്ങൾ വിഷമിക്കണ്ട എന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ ആ ഒരു സമാധാനത്തിന്റെ വാക്ക്, ഒരു തണുത്തുറഞ്ഞ ഒരു മഴത്തുള്ളി പോലെ, ഒരു മഞ്ഞുതുള്ളി പോലെ, ഒരു ഹിമക്കണ പോലെ, ഹിമകണം പോലെ ഖദീജ ബിബിയുടെ ആ വാക്ക് റസൂലുള്ളാഹിന്റെ മനസ്സിന് സമാധാനം കൊടുത്തപ്പോ അല്ലാഹ് പറഞ്ഞു, ഖദീജ, നിങ്ങൾ വല്ലാതെ ഉയർന്നുപോയി ഖദീജ. നാളെ സ്വർഗത്തിൽ നിങ്ങൾ വരുമ്പോ 1ാമത്തെ സീറ്റ് നിങ്ങൾക്ക് തന്നെ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു ഖദീജ. എന്തുകൊണ്ടെന്നറിയുമോ? ഒരു പെണ്ണിന് തന്റെ ഭർത്താവിന്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് മനസ്സിന് സമാധാനമാണ്. ഒരു കുടുംബ ജീവിതത്തില് ഒരു കുടുംബിനിക്ക് തന്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും അമൂല്യമായ സമ്പത്ത്, സമ്മാനം, മനസ്സിന് സമാധാനം. അത് നിങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് ഒരു പെണ്ണിന് എന്ന് കൊടുക്കാൻ കഴിയുന്നോ അവിടെയാണ് ഖദീജ ബിവി നമുക്ക് ജീവിതത്തിൽ പാഠമായി തീരുന്നത്.
ഇത് നിങ്ങൾ നോക്ക്, നല്ല ഒരു കാലം അങ്ങ് മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത മലേന്റെ മുകളിൽ പൊത്തിൽ പോയി കുത്തിരുന്നിട്ട് അവിടുന്ന് പേടിച്ചിട്ട് വരിക പുറത്തേക്ക്. നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്, എന്താ വിറക്കുന്നേ? അതാ മലേന്റെ മുകളിൽ ആ പാറമടയിൽ എന്തോ കണ്ട് പേടിച്ചു പോയി, കൊണായി പോയി. നല്ല പുരയും കുടിയും സൗകര്യം ഇവിടെ ഇട്ടിട്ട് കണ്ട പാറേന്റെ ഉള്ളിലും പോയി കുത്തിരുന്നില്ലേ? അങ്ങനെ വേണം. മരിച്ചു പോകാത്തോണ്ട് രക്ഷപ്പെട്ടു അല്ലേ? മരിക്കേണ്ടീനും എന്നെ ഇവിടെ ഒറ്റ. അതാ നമ്മുടെ പ്രതികരണം. ഖദീജ ബീവിയോ വിറച്ചുകൊണ്ട് വന്നപ്പോ എടുത്തു കൊണ്ടുപോയിട്ട് നല്ല വിരിപ്പിൽ കിടത്തി, നല്ല കമ്പിളി കൊണ്ട് പുതച്ചു. എന്നിട്ട് നെറ്റിത്തടത്തിലേക്ക് ഖദീജയുടെ കൈ അങ്ങോട്ട് വെച്ചു. അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ആ ഭാര്യയുടെ കരസ്പർശം ഏൽക്കുമ്പോ നമ്മുടെ മനസ്സിന് കുളിര് വരും. അത് അങ്ങനത്തെ കരം കൊണ്ട് സ്പർശിക്കണം. ചിലപ്പോ തീവാണം പോലത്തെ സ്പർശാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കുളിരണ്ട് പോകും. ചില അങ്ങനെ ഭർത്താവിനെ തല്ലുന്ന ഭാര്യമാര്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ തൊട്ട് അപ്പൊ ഓളോട് ചിന്തിനാണ് എന്നെ മാപ്പണെന്ന് അടിച്ചത്. അത് ഖദീജാവി റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിൽ കൈവച്ചില്ല. അതുപോലെ ഒന്ന് വെച്ചു നോക്കിയതാണ്. ആ വെക്കല് വേറെ. നന്നായിട്ട് തൊട്ടിട്ട് പറഞ്ഞു വല്ലാഹി. അതന്നെയാണ് പറയാനുള്ള ഏറ്റവും സമാധാനത്തിന്റെ വാക്ക്. അല്ലാഹ് എന്ന ഓർമ്മയുണ്ടാക്കി കൊടുക്കുക അല്ലേ? എന്ത് സങ്കടം ഉണ്ടെങ്കിലും അല്ലാഹ് എന്ന ഒരു സന്തോഷത്തിന്റെ വചനം, എന്റെ റബ്ബെനിക്കുണ്ടല്ലോ എന്നൊരു തോന്നിപ്പിക്കൽ. അതാണ് ഒരു സാലിഹത്തായ പെണ്ണ്. തുഈനു അഹദകും അലാ അംറിൽ ആഖിറ. അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കി കൊടുക്കുക ഭർത്താവിന്. അല്ലാഹ് അല്ലാഹ് അതുണ്ടാക്കി കൊടുത്തു. പടച്ചോനുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കൊരു വിഷമുണ്ടാവൂല എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിത്തടത്തിൽ കൈവച്ചപ്പോ ആ ഭർത്താവാകുന്ന റസൂലുള്ളാഹിന്റെ മനസ്സ് കുളിരണിഞ്ഞപ്പോ അല്ലാഹു തആല അതിന് പകരമായിട്ട് കൊടുത്തു സ്വർഗ്ഗത്തിലെ 1-ാം സീറ്റ്. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് അവരെ കാണാൻ ഭാഗ്യം തരട്ടെ. ഖദീജ ബീവിക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ 1-ാം സീറ്റ് കൊടുത്തു. പിറ്റന്നാൾ രാവിലെ മഹദി അവരെ എന്ത് ചെയ്തു എന്നറിയുമ്പോൾ മാ യുഹ്സികല്ലാഹു അബദാ ഇന്നക ലതസ്ലുർ റഹമ വ തഹ്മിലുൽ കല്ല വ തക്സിബുൽ മാദൂമ വ തുഖറിൽ ലൈഫ വ തുഈനു അലാ നവായിബിൽ ഹഖ്. അല്ലാഹു തആല തങ്ങളെ ബുദ്ധിമുട്ടിക്കൂല നബിയേ. തങ്ങളെ കുടുംബം പുലർത്തുന്ന ആളാണ്, വിഷമിക്കുന്നവരെ സഹായിക്കുന്ന ആളാണ്, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്ന ആളാണ്, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, സത്യത്തിന്റെ ആളുകളെ സഹായിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് സമാധാനിപ്പിച്ചു. പിന്നീട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബിയെ കൂട്ടിയിട്ട് തന്റെ എളാപ്പയുടെ മകനും ഹീബ്രു ഭാഷയിൽ തൗറാത്തിന്റെ ഭാഷയിൽ ഏറ്റവും നന്നായിട്ട് പാണ്ഡിത്യവും ഉണ്ടായിരുന്ന ഒരു പുരോഹിതന്റെ അടുക്കലേക്ക് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അങ്ങനെ വറഖത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് വറഖത്തിനോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, എന്റെ ഭർത്താവ് ഇന്നലെ രാത്രി ഹിറാ ഗുഹയിലെ മടയിൽ വെച്ചുകൊണ്ട് എന്തോ കണ്ടുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നു. വല്ലാത്തൊരു വിഷമമുണ്ട്. എന്റെ ഭർത്താവിന് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കച്ചവടത്തിന് വേണ്ടി എന്റെ ഭർത്താവാകുന്ന ഈ അൽ അമീനെ ഞാൻ കച്ചവടത്തിന് വേണ്ടി ശാമിലേക്ക് മൈസറത്തിന്റെ കൂടെ അയക്കുന്ന ഘട്ടങ്ങളിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് കച്ചവടത്തിന് വേണ്ടി ശാമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മൈസറത്ത് പലപ്പോഴും പല അത്ഭുതങ്ങളും കാണാറുണ്ട്. കാർമേഘങ്ങൾ വന്നുകൊണ്ട് എന്റെ ഭർത്താവിന് വെയിൽ തട്ടാതിരിക്കാൻ തലയുടെ മുകളിൽ ഇങ്ങനെ തണൽ വിരിച്ചു കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും പല ജീവികളും വന്നുകൊണ്ട് എന്റെ ഭർത്താവിനോട് സലാം പറയുന്ന കാഴ്ച കാണാറുണ്ട്. അത് മാത്രമല്ല, ശാമിലേക്കുള്ള കച്ചവടത്തിന് പോകുമ്പോ 2 മലക്കളെ ഇത് കാണൽ മലക്കാനിയമില്ലാതെ 2 മലക്കൾ പറന്നു വന്നിട്ട് റസൂലുള്ളാഹിന്റെ തലക്കുമീതെ ഇങ്ങനെ ചിറക് വിരിച്ചുകൊണ്ട് വെയിലിൽ നിന്ന് തണൽ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എന്റെ ഭർത്താവിൽ പണ്ടുകാലത്തെ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഹിറാ ഗുഹയിൽ നിന്ന് അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നു എന്ന് മൈസറത്തിനോട് ചെന്നുകൊണ്ട് വറഖത്ത് ബിൻ നൗഫലിനോട് ചെന്നുകൊണ്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഖദീജ, നിങ്ങളുടെ ഭർത്താവ് കണ്ടു എന്ന് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഇന്ന മുഹമ്മദൻ അന്നബിയു ഹാദിഹിൽ ഉമ്മ, ഈ മുഹമ്മദ് ഈ ഉമ്മത്തിന്റെ നബിയായിട്ട് വരാനുള്ള ആളാണ് എന്ന് വറഖത്ത് പറഞ്ഞു കൊടുത്തു എന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല.
അന്ന് മുതൽ ഖദീജ മനസ്സിലാക്കി എന്റെ ഭർത്താവ് ഒരു സാധാരണ ഭർത്താവല്ല, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അന്ന് മുതൽ ഖദീജ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂലുമായുള്ള ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിളിച്ചു യാത്ര പറഞ്ഞു പോകുമ്പോ, മഹദേവകളെ യാത്ര പറഞ്ഞു പോകുമ്പോ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ഏറെ സങ്കടമായിരുന്നു. മഹദി അവர்கள் പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ആ ഒത്തുള്ള എന്റെ ജീവിതം, ആ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിനെ സങ്കടപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ സമാധാനം പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നാര നബി ഏറെ മനസ്സുകൊണ്ട് സ്നേഹിച്ചവരാണ് ഞാൻ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅറഫ ഇസ്തിദാദ ഖദീജ ഫർതാഹ ലിദാലിക ഫഖാല അല്ലാഹുമ്മ ഹാലത്ത് ബിൻത് ഖുവൈലദ് ഫഗിർതു ഫഖുൽതു വമാ തദക്കറു മിൻ നജൂസ് മിൻ ജായിസ് ഖുറൈശ്. പലപ്പോഴും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖദീജ ബിവിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മദ്ഹ് പറയും എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരും. എന്നോ ജീവിച്ചു മരിച്ചു പോയ ഒരു ഖദീജയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചു പറയുന്നത് ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ എന്ന് നബിയോട് ചോദിക്കും. എന്നിട്ട് ഞാൻ പറയും, ഒരു നിങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വയസ്സുള്ള ഒരു കിളവിയെ ഇങ്ങനെ മതി ചെയ്യാൻ എന്തിരിക്കുന്നു നബിയെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വയസ്സത്തെയൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ എന്റെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും തന്നത് എന്റെ പ്രിയപ്പെട്ട ഖദീജയാണെന്ന് പലപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്. ആ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹിജ്റയുടെ 3 വർഷങ്ങൾക്ക് മുമ്പ് റമദാൻ 10-ന്, ഇതുപോലെ ഒരു റമദാൻ 10-ന് 65-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ മഹദിയുടെ ആണ്ടുകൂടി ആചരിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. റമദാൻ 10 ആയിരുന്നു മഹദിയുടെ ആണ്ട്. അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ ഖദീജ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിലെ 1-ാം സീറ്റുകാരിയായി ഇരിപ്പിടം ഉറപ്പിച്ചത് കണ്ടുകൊണ്ട് ആ മഹദിയുടെ കൈ ചെന്ന് പിടിച്ചു നമ്മുടെ ചുണ്ടോത്ത് ചേർത്ത് വെച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ സുഖം അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 65-ാമത്തെ വയസ്സിൽ മക്കയിൽ വെച്ചുകൊണ്ട് വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി വഫാത്തായപ്പോ മഹദി അവർക്ക് വേണ്ടി ജന്നത്തുൽ മുഅല്ലയിൽ ഒരു ഖബർ കുഴിച്ചു. ആ ഖബറിൽ മഹദി അവരെ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഖബറിൽ ഇറങ്ങിയിട്ട് ജനാസ ഖബറിൽ ഇറക്കി കിടത്തി. എന്നിട്ട് ബറക്കത്തിന് വേണ്ടി പൊന്നാര നബിയുടെ സാന്നിധ്യം കൊണ്ട് ബറക്കത്ത് ആ ഖബർ കിട്ടാൻ വേണ്ടി ആ ഖബറിൽ നബി തന്നെയാണ് ഇറങ്ങിയത്. എന്നിട്ട് അതിൽ ഇറങ്ങിയിട്ട് ജനാസ ശരിക്ക് കിടത്തി. എന്നിട്ട് മറവ് ചെയ്തു. ഖദീജയുടെ പേരിൽ മയ്യത്ത് നിസ്കാരം മാത്രം നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖദീജയുടെ മയ്യത്ത് നിസ്കാരം നടന്നിട്ടില്ല. എന്താ കാരണം? ഷഹീദായതുകൊണ്ടല്ല. ഷഹീദിന്റെ പേര് മയ്യത്ത് നിസ്കരിക്കണം. ഷഹീദിന്റെ പേര് മയ്യത്ത് നിസ്കരിക്കണ്ട. കാരണം കുളിപ്പിക്കാത്തത് കൊണ്ട്. കുളിപ്പിക്കാത്തതിന്റെ പേര് എന്താക്കാൻ പാടില്ല മയ്യത്ത് നിസ്കരിക്കാൻ. ഖദീജ അവരെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മറമാടി. നിസ്കാരം നടന്നിട്ടില്ല. എന്തേ കാരണം? അതിന്റെ കാരണം പറയുന്നത് അന്ന് മയ്യത്ത് നിസ്കാരം ശറഅക്കപ്പെട്ടിട്ടില്ല. ഖദീജ വഫാത്താകുമ്പോൾ മയ്യത്ത് നിസ്കാരം ശറഅക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഖദീജയുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. ആരാ നിസ്കരിച്ചതെന്ന് ചോദ്യം വന്നാൽ ഖദീജയുടെ പേരിൽ ആരും മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല. പിന്നീടാണ് മയ്യത്ത് നിസ്കാരം ശറഅക്കപ്പെട്ടത്. അതുകൊണ്ട് ഖദീജ ബിബി ജന്നത്തുൽ മുഅല്ലയിൽ നമ്മുടെ വരവ് കാത്തുകൊണ്ട് വിശാലമായ ആ ശ്മശാന ഭൂമിയിൽ ഒരു പ്രത്യേകമായ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു തആല ആ മഹദിയിൽ നിന്ന് ഇന്നത്തെ വിവരണത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു കുടുംബ ജീവിതത്തിലെ അനർഘമായ അധ്യാപനങ്ങളെ, കടപ്പാടുകളെ, ഭർത്താവിനുള്ള കടപ്പാടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ലം യതസവ്വജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ഹത്താ മാതത്. മഹദി അവர்கள் വഫാത്താകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ഒരു കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. മഹദി വഫാത്തായതിനു ശേഷം രണ്ടാമത് കടന്നു വന്ന സഹധർമ്മിണിയാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ആ മഹദി മക്കയുടെ പരിശുദ്ധമായ ഹറമിന്റെ വടക്കു ഭാഗത്ത് ജന്നത്തുൽ മുഅല്ലയിൽ മനോഹരമായി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നാളെ സ്വർഗ്ഗത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കൈപിടിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ കൈപിടിച്ച് സ്വർഗ്ഗത്തിന്റെ കവാടം കടത്തി തരാൻ ഒരു മകളെ പെറ്റുപോറ്റി ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ആ മഹദി ഖബറിൽ ചെന്ന് കിടക്കുന്നത്. അല്ലാഹു തആല ആ
മഹദിയുടെയും തന്റെ പൊന്നുമോളുടെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനന്ദത്തോടെ കടന്നു പോകാൻ അവസരം ലഭിച്ച സ്വാലിഹാത്തിൽ അല്ലാഹു നിങ്ങളെയൊക്കെ പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ പെങ്ങന്മാർക്കും അതിനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്.